ഇത് കറുത്ത വെള്ളമൊന്നും അല്ല. ഈ കടവിൽ നിന്ന് എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. എന്താ കാര്യം? അവിടെ 4-5 പേരുണ്ട്, എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓഹോ, കേറിയിരിക്കും. നമുക്ക് പെട്ടെന്ന് പോകാം. എന്താ പേടിയുണ്ടോ? ഇത് ബഷീറിന്റെ വെള്ളമാണ്. ഒരു പൊന്നു മോനും. അതെ, പേരെന്തോ? രാമു. എന്തിനാണ് ഓടിക്കുന്നത്? ഞാൻ ഒറ്റനെ കുത്തിയല്ലേ? എന്നിട്ട് കത്തോ? കുത്തിയത് ശരിയാണ്, കുത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓഹോ, ഞാൻ കുത്തിയത് മറ്റാരുമല്ല, എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ് എന്നെ ഇരുമ്പയ്ക്കുള്ളിലാക്കി ഒരുത്തന്. അപ്പൊ ജയിലിൽ നിന്ന് വരിക? അതെ. ശിക്ഷ കഴിഞ്ഞോ അതോ ചാടിയോ? ശിക്ഷ കഴിഞ്ഞു വിട്ടതാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ചുമ്മാ വെട്ടും കുത്തുമൊക്കെ നടത്തി പോലീസുകാരുടെ ഒക്കെ തല്ലും കൊണ്ട് ജയിലിലും കിടന്നു. എന്തിനാണപ്പാ? ഇനിയെങ്കിലും മാന്യമായി ജീവിക്കാൻ നോക്കി. ജീവിതം അതിന്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം. എന്റെ ജീവിതം പിച്ചിച്ചിന്തി അറിഞ്ഞവന് എന്നെങ്കിലും ഒരിക്കൽ ഞാൻ കണ്ടുമുട്ടും. അന്ന് അതാണ് എന്റെ ലക്ഷ്യം. വരാം, നമുക്ക് പോയി വല്ലതും കഴിക്കാം. ഞാൻ വേണ്ട, ഇവിടെ ഇരുന്നോളാം. എന്താണപ്പാ, വല്ലതും കഴിക്കണ്ടേ? നിങ്ങൾ എന്തായി പേടിക്കുന്നത്? ഇറങ്ങി വരേ. വേണ്ട വേണ്ട ബഷീർക്ക, അവരാരെങ്കിലും കാണും. മാത്രമല്ല, കള്ള് നമ്മൾ കുടിക്കില്ലെന്നായിരിക്കും. ഞമ്മളൊരു മുസ്ലിമാണപ്പാ. ഞമ്മക്കും മദ്യപാനം പറഞ്ഞിട്ടില്ല. ബഷീർക്ക പോയിട്ട് വരും. എന്നാ താൻ വള്ളത്തിൽ തന്നെ ഇരുന്നു. ഞാൻ വല്ലതും കഴിച്ചിട്ട് തനിക്കും വല്ലതും വാങ്ങിച്ചോണ്ട് വരാം. ആ രാമു, ആരെങ്കിലും ഒന്ന് ചോദിച്ചാ ഇത് ബഷീറിന്റെ വെള്ളമാണെന്ന് പറഞ്ഞാൽ മതി. ഭവാനി. ആരാ? ബഷീർക്കയാ? അണ്ണ അണ്ണ അണ്ണൻ കേട്ടി തരാൻ പറഞ്ഞ ഞാൻ ചാടും. പക്ഷെ അണ്ണൻ പറയൂലെന്ന് എനിക്കറിയാം. ഇന്നെന്താ ഈ നേരത്ത്? നമ്മൾ ഇത്തിരി ദൂരെ വരെ പോയിരുന്നു. ക്ഷീണിച്ചു വരികയായിരിക്കും. ഇന്നിച്ചിരി എടുക്കട്ടെ. ഞമ്മക്ക് കഴിക്കാൻ വല്ലതും താ. ആ പിന്നെ 2 കപ്പയും മീൻ വറുത്തതും കൂടെ പൊതിഞ്ഞെടുത്തു. അണ്ണ ഇത് നോക്കിക്കേ, ഈ നെഞ്ച് ശുദ്ധമാണ് അണ്ണ. അണ്ണനാണ് ശുദ്ധ. അതുകൊണ്ടല്ലേ അണ്ണൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഞാൻ ഇതെല്ലാം വാങ്ങിച്ചു തന്നത്. എങ്കിലും അണ്ണ, അണ്ണന്റെ മോളെ വേറൊരുത്തിന് കൊടുത്തു കളഞ്ഞല്ലോ. ഓടറാ, എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. നിന്നാണ് നീ നല്ല അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ തള്ളെ കൂടെ നിനക്ക് തരുമായിരുന്നു. എന്താ ബഷീർക്ക പൊതിക്കെട്ടൊക്കെ? പെങ്ങളുടെ നിക്കാഹൊക്കെ അടുത്ത് വരിക. ഇത്തിരി പൊന്നു തുണിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. വൈകിപ്പോയി. മോടിയിലായിരിക്കും. ആണെന്ന് വെച്ചോ, അല്ലാതെ നമ്മൾ ആർക്ക് വേണ്ടിയാ ഈ പാടുപെടുന്നതൊക്കെ? എന്തായി? ഓ, എന്താവാനാ? അത് കാശല്ലയോ? പിന്നെ പൊതി, അതിന് കാശൊന്നും വേണ്ട. അങ്ങനെ നിന്ന് ദോഷാരൊന്നും വേണ്ട. അപ്പോ നമ്മൾ വരുന്നു.
എന്റെ ജീവിതം തീർന്നു. എനിക്ക് മരിക്കാൻ പേടിയില്ല രാമു. പക്ഷേ ബഷീർക്ക് ധൈര്യമായിട്ടിരിക്കെ, ഒന്നും വരില്ല. രാമു, ഒരു പോതി ഇവിടെ എവിടെയോ ഉണ്ട്. അതിങ്ങെടുത്തതാ. എന്റെ പെങ്ങളുടെ കല്യാണമാ. നാളെ അവരുടെ ആൾക്കാരത് അവൾക്ക് വേണ്ടി വാങ്ങിയതാണ് ഇതൊക്കെ. രാമു, നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബഷീർക്ക് പറഞ്ഞാൽ മതി. ഞാൻ മരിച്ചുപോയ എന്റെ ഉമ്മ നെഞ്ചുപൊട്ടി മരിക്കരുത്. പെങ്ങൾ അനാഥയാകരുത്. ബഷീർക്ക, അതെ രാമു, ഞാൻ തിരിച്ചു ചെല്ലില്ലെന്നറിഞ്ഞ ഇത് രണ്ടും സംഭവിക്കും, തീർച്ച. അതുകൊണ്ട് ഞാൻ മരിച്ച ആ വിവരം ആരും അറിയരുത്. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. നീ എന്റെ വീട്ടിൽ വരെ ചെല്ലണം. ഈ പൊന്നും തുണിയുമൊക്കെ എന്റെ ഉമ്മയെ ഏൽപ്പിക്കണം. എനിക്ക് വേണ്ടി നീ അത് ചെയ്യില്ലേ രാമു? ഞാൻ മരിച്ചു കഴിഞ്ഞ കരയിലടിയാത്തവണ്ണം എന്റെ ജഡം പൊഴിയിൽ ഒഴുക്കിയേക്കൂ. അല്ലാ അല്ലാ. ബഷീർക്ക, ബഷീർക്ക, പടം കാണാൻ പോയി. ഉഗ്രം തുണ്ടുണ്ടായിരുന്നു. 2 മിനിറ്റ് കലക്കി. തുണ്ടോ? അതെന്തുവാ? അപ്പാപ്പി സിനിമ കാണാറേ ഇല്ലേ? ഇപ്പോഴത്തെ സിനിമകളിലെ 2-3 മിനിറ്റ് മറ്റവൻ കാണും. തുണ്ട് നീല. ഒരു കാര്യം ചെയ്യും, ഇന്ന് കാമാക്ഷി ടാക്കീസിൽ സെക്കൻഡ് ഷോയ്ക്ക് പോവാം. അതിന് കാമാക്ഷി ടാക്കീസിൽ നല്ലൊരു കുടുംബകഥയല്ലേ? കുടുംബകഥയല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കഥയായിരുന്നാലും കാമാക്ഷി ടാക്കീസിൽ 2ാം പടത്തിന് 2 മിനിറ്റ് മറ്റവൻ കാണും. ജഗ ജഗ ജഗ. എന്താ ഈ ജഗ ജഗ ജഗ? അമ്മാവനെ അറിഞ്ഞിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല. നാളെ AMS പടം മാറും. പുതിയ പടത്തിൽ 3 മിനിറ്റ് ഉണ്ടെന്നാ കേട്ടെ. നീ വെറുതെ വാ, കേറിയിരിക്കേ. ഈ വള്ളക്കാരൻ ബഷീറിന്റെ വീട് എവിടെയാണ്? ബഷീർക്ക് അവിടെ കാണൂല. ഇന്നലെ പോയതാ. തിരിച്ചു വന്നാ എന്റെ സ്ട്രോങ് അടിച്ചോണ്ടേ വീട്ടിൽ പോവും. വഴി പറഞ്ഞാ മതി. അതാ ഇതിലേ കയറി നേരെ നടന്ന ഒരു ചിറയാ. ചിറയുടെ ഇടതുവശത്തൂടെ നേരെ നടന്നാ മതി. ആരാ? ബന്ധത്തിൽപ്പെട്ട ചായ കുടിക്കുന്നില്ലേ? വേണ്ട. ബഷീർക്കായിട്ട് പറ്റുണ്ട്. അയ്യോ വേണ്ട. ഒരു കള്ള ലക്ഷണം. ഉമ്മ എന്താ ഇരിപ്പായത്? ഉറക്കാണീട്ട് മുഖമെങ്കിലും കഴുകിയോ?
മണി 8 ഉറങ്ങിയിട്ട് വേണ്ടേ മോളെ ഊണ്? ഇന്നലെ പോയ ചെറുക്കൻ ഇതേപോലെ കണ്ടില്ലല്ലോ. കിടന്നിട്ടാണെങ്കിൽ രാത്രി ഉറക്കവും വന്നില്ല. നെഞ്ചു നിറച്ചു ഒരു ഭയം. ഈ ഉമ്മയുടെ കാര്യം ഇക്കാലത്ത് കൊച്ചു കുഞ്ഞാ. ഇന്നലെ പട്ടണത്തിൽ പോയപ്പോ ഇരുട്ടി കാണും. കാലത്ത് വരാന്ന് കരുതിയിരിക്കും. ഓന് ഓർമ്മ വെച്ച കാലം മുതലേ ഓന് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. നാളെ ആൺപിള്ളേർ അനുഭവിച്ച സുഖമൊന്നും എന്റെ മോൻ അനുഭവിച്ചിട്ടില്ല. അന്റെ നിക്കാഹ് കൂടി കഴിഞ്ഞ് ഓൻ രക്ഷവിട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതാ എനിക്കുള്ള പൊന്നും പണ്ടൊക്കെ മതിയെന്ന്. ഈ ഉമ്മയെ സമ്മതിക്കാതെ ഒരു ഉമ്മാന്റെ ചങ്കിലെത്തി അനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട പെണ്ണെ. നെഞ്ചി ചുടെങ്കിൽ എനിക്ക് നിക്കാഹ് വേണ്ട. അന്ന് ഞാൻ എന്നാലും ആ ചെറുക്കന് ഇതുവരെ വന്നില്ലല്ല. ഉമ്മ എനിക്ക് പല്ല് വെച്ച് കാപ്പി കുടിക്കും, അല്ലെങ്കിൽ നിക്കാക്ക് ദേഷ്യം വരും. ഉമ്മ ദേ ആരാണ്ട് പറഞ്ഞു. ആരാണോ എന്തോ ഇങ്ങോട്ട് തന്നെയാണല്ലോ പറഞ്ഞത്. ആരാണോ? ബഷീർക്കാരുടെ വീട് ഇവിടെ തന്നെ. ഓന് കൂടി ഇല്ലല്ലോ. ഞാൻ ബഷീർക്കാരുടെ കൂട്ടുകാരനാണ്, രാമു. ഓന് കണ്ട ഓന് എപ്പോ വരും? ബഷീർക്ക പറഞ്ഞിട്ട് ഞാൻ വന്നത്. അത്യാവശ്യമായ സ്ഥലത്ത് പോയിരിക്കാൻ നാളെ വരും. ഇത് തന്നയിച്ചു. ഏത് കൊട്ടാരം വാങ്ങണ കാര്യമായാലും ഓൻ ഇന്നിവിടെ നിന്നൂടായിരുന്നു. ഉമ്മ വിഷമിക്കണ്ട. ബഷീർക്ക നാളെ എത്തുന്ന പ്രത്യേകം പറയാൻ പറഞ്ഞു. എന്നാൽ ഓനും ചതി ചെയ്തല്ല. എനിക്കൊന്നും കാണണ്ട. അർജുനെ ഞാൻ വന്നപാടെ നിൽക്കല്ലേ, ഒന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ. പെണ്ണെ സൽമ, ആ കസേര എങ്ങനെ എടുത്തിട്ട്? വേണ്ടുമ്മ, ഞാനിവിടെ നിന്നുള്ള. അയ്യോ മോനെ, അവിടെ അപ്പി പൊടിയാ. ഞാനിപ്പോ ചായ ഉണ്ട്. എന്നാ താൻ വളർത്തി തന്നെ ഇരുന്നു. ഞാൻ വല്ലതും കഴിച്ചിട്ട് തനിക്ക് വല്ലതും ആവശ്യം തരാം. ഞാൻ പോട്ടെ അമ്മ. ഇരിക്കും മോനെ, ചായ ഇപ്പൊ കൊണ്ടുവരും. ഏതായാലും ബഷീർ ഇങ്ങെത്തട്ടെ. ഇന്നലെ ചെറുക്കന്റെ വീട്ടുകാർ പറഞ്ഞത്. ഒന്നും ആലോചിക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. എന്നാ ഞാൻ നടന്നിട്ട് വരാം. ആ, അത് നല്ലതാ. മുഷിയില്ല. ഇതാണ് ബഷീറിന്റെ ചങ്ങാതി. ഓൻ പറഞ്ഞയച്ചതാ. നമസ്കാരം. ഞാനും ചുറ്റി നടന്നു, നേരം പോയത് അറിഞ്ഞില്ല. ഞങ്ങളും വന്നിട്ട് അധികം നേരമായില്ല. ഇത്ര ധൃതിയുണ്ട്, അതുകൊണ്ട് വേഗം ഇറങ്ങി. പടച്ചോന്റെ കൃപ കൊണ്ട് അവർക്കെല്ലാം തൃപ്തിയായി. ഇനിയെല്ലാം ബഷീർ പണിട്ട് വേണം. ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാണോ എന്റെ ഭഗവാനെ? വല്ല പരിശോധനയ്ക്കും മറ്റോ ആണോ എന്തോ. എന്തൊരു നാറ്റം. മാവ് പൊളിച്ചതാ. പിടികൂടാവന്മാർക്ക് അത് മതി. പരിശോധനയ്ക്കൊന്നുമില്ല, ഏതോ വലിയ കൂടിയ ഉദ്യോഗസ്ഥനാ. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. എനിക്കും തോന്നുന്നത് പുതിയതായി ഇവിടെ ചാർജ് എടുത്ത കളക്ടറാണെന്ന്. ഭഗവാനെ, കളക്ടറോ? എന്റെ വഴുതയ്ക്കാട് ഭഗവതി. നമസ്കാരം സാർ. ഇരിക്കണം സാർ. എന്താണോ ആവോ? നല്ലൊരു ചായ എടുക്കും. ഇരിക്കേ. സാർ ചായ. എരുമ പാലാണല്ലേ? അല്ല, അതെ അതെ. വേറെ എന്തൊക്കെയാ ഉള്ളത്? ഉള്ളിവട, നെയ്യപ്പം, മുറുക്ക് കൊണ്ടുവരൂ. ഓ. ചുമയാണല്ലേ? വരൂ. ഈ ചുമ ചുമ എന്ന് പറഞ്ഞാൽ
വളരെ നിസ്സാരമായ കാര്യമാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ചുമ പല തരത്തിലുണ്ട്. മാരകമായ ഭവിഷ്യത്തുകൾ ഉളവാക്കുന്ന ഒരു അസാധാരണ വ്യാധിയാണ് ചുമ. ശരീരത്തിനുള്ളിൽ നിന്നും അനർഗളം നിർഗളിക്കുന്ന കോക്ടെയിൽ ഗുണേലിയ എന്ന് പറയുന്ന ഒരുതരം വൈറസുകളാണ് ഇതിന് കാരണം. ഇത്തരം ശരീരങ്ങളിൽ അവ വളരെ അധികം ഉണ്ടാകും. ശ്വാസകോശങ്ങളെ കറണ്ട് തിന്നുകയും ആരോഗ്യഹാനി വരുത്തി മറ്റു പല മാരകമായ രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ചുമ, അതായത് കഫ്, ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണാനേ ഇല്ല. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, ഉഗാണ്ട, ഈദി അമീൻ എന്നീ രാജ്യങ്ങളിൽ ഇതിനെതിരായി ശക്തമായ ഔഷധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യയും അക്കാര്യത്തിൽ മോശമല്ല. 1983 യുക്രോസ്ലോവാക്യയിലെ ഡോക്ടർ ഇഡിയെ ടക്രൂമ മക്കോയ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇതിനെതിരായി ശക്തമായ ഒരു സിദ്ധൌഷധം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പെട്ടി എടുക്കൂ. ഇതാണ് ആ ഔഷധം. 4 തുള്ളി സേവിച്ചാൽ മതി, അതോടെ തീരും രോഗം. ചുമ കണ്ട് സഹിക്കാഞ്ഞിട്ട് തരികയാണ് കേട്ടോ. ഇനി ചുമയുള്ള ആരുണ്ട്? സ്വന്തമായി ചുമയ്ക്കാൻ ഭാഗ്യമില്ലെങ്കിൽ ഭാര്യമാർക്കോ കുഞ്ഞുങ്ങൾക്കോ അയൽക്കാർക്കോ ചുമയുള്ള ആരുണ്ട്? കേരളത്തിലെ ജനങ്ങളുടെ ചുമ കേട്ട് എന്റെ ഹൃദയം പൊട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടിയും തൂക്കി നടക്കുന്നത്. അല്ലാതെ എനിക്ക് നാറിയ പണിയുടെ ആവശ്യമില്ല. അപ്പോ ചായക്ക് എന്താ വില? കാശൊന്നും വേണ്ട. ഈ മരുന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കണം. വളരെ വിശേഷമാണ്. ഇതേ മരുന്ന് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുകയാണെങ്കിൽ 11 രൂപ 25 പൈസയും ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്, സൂപ്പർ ടാക്സ് ഉൾപ്പെടെ 15 രൂപ കൊടുക്കണം. നിങ്ങളുടെ എങ്ങനെയാ മുഴുവൻ വിലയും വാങ്ങിക്കുന്നത്? അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരു 5 രൂപ 5 രൂപ തന്നാ മാത്രം മതി. 5 രൂപ തന്നാ മതി. അപ്പോ മതിയെന്നേ, വെറും 5 രൂപ മതിയെന്നേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഹോട്ടൽ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ കൈനീട്ടം ആയിക്കോട്ടെ. എന്താ മുതലാളി, മരിക്കേണ്ട മുതലാളി, തരണം. വെറും ഒരു 5 രൂപയല്ലേ ഉള്ളൂ. എത്രയോ കാശ് നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ഇടവാക്കുന്നു. 5 രൂപ മാത്രമല്ലേ ഉള്ളൂ. എനിക്കല്പം ധൃതിയുണ്ട്. വേഗമാകട്ടെ. മരിച്ചു നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി എത്രയോ കാശ് ചിലവാക്കുന്നു. ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ മരുന്ന്. നീ ഒന്ന് സേവിച്ച് നോക്കിയതിന് ശേഷം മനസ്സിലാക്കാം. അപ്പൊ എല്ലാവരും പിന്നെ കാണാം. മാറി നിൽക്കണേ. സാമദ്രോഹി. എന്റെ മാവ് പോയി, ചായ പോയി, പലഹാരം പോയി, ദോശ വിറ്റ കാശും പോയി. അയ്ക്ക് ചുമയുടെ പുണ്ണാക്ക് വിൽക്കാൻ കണ്ട ഒരു സ്ഥലം. മേലാരുടെ കടയിൽ വന്ന് ചുമക്കരുത്. ചിരിക്കല്ലേ അല്ലെങ്കിൽ ചിരിക്കുള്ള മരുന്നും കൊണ്ടുവരും. എന്നിട്ട് മോൻ എവിടെ പോയി? ഇത്രയായിട്ട് മോനെ കണ്ടില്ലല്ലേ? ബഷീർക്ക് വരും. മോനുള്ളത് പറ. മോൻ എവിടെ പോയിരിക്കേ? പറ, മോൻ എവിടെയാ പോയത്? അത് ഉമ്മ, ഞാൻ സത്യം പറയട്ടെ. ബഷീർക്ക് 2 ദിവസം കഴിഞ്ഞ് വരും. കുറച്ച് ദൂരെയാണ് പോയിരിക്കുന്നത്. ദൂരെയാ? എന്തിന്? അതെനിക്കറിയില്ല. ഉമ്മ സമാധാനം ഇരിക്കണം. സമാധാനം? ഇവിടെ ഒരു ആൺതുണ്ട്, അവനേ ഉള്ളൂ. അവൻ പലയിടത്തും പോയി കിടന്ന ഞാനും ഈ കെട്ടാൻ നിൽക്കുന്ന പെണ്ണും തനിച്ചിവിടെ എന്ത് ചെയ്യുമോനെ? അതിന് ഞാനില്ലേ ഉമ്മ ഇവിടെ? അതിന് നീയും പോകാൻ ധൃതി പിടിച്ച് നിൽക്കല്ലേ? എന്റെ ചെറുക്കൻ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചല്ലോ പഠിച്ചോനെ. ഉമ്മ വിഷമിക്കരുത്. ഇരുന്നിരുന്ന് ഉറച്ച നിക്കാഹാണ്. അവർക്കാണെങ്കിൽ അന്ന് തന്നെ വേണം താനും. ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾ ആരും വിഷമിക്കരുത്. തൽക്കാലം ഞാനുണ്ടല്ലോ ഉമ്മ. എല്ലാം ഞാൻ നോക്കിക്കോളാം. ബഷീർക്ക വരുന്നത് വരെ ഞാനാണ് സൽമയുടെ ആങ്ങള. എന്താ സൽമ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ഇന്നു മുതൽ ഒരാങ്ങള കൂടി, രാമുക്ക. എന്താ? എന്തിനാ സൽമ ഇതൊക്കെ? ഉമ്മ പറഞ്ഞിട്ടാ. എന്നാൽ ഇതൊക്കെ ഞാൻ ചെയ്തോളായിരുന്നു. ഇന്നലെ പറഞ്ഞില്ലേ എന്റെ ഇക്കയാണെന്ന്? പാല് മിച്ചം കാണോ വെളിയിൽ കൊടുക്കാൻ? ഉമ്മ ഇതാ വിളിക്കണ. ആരാ? ഹോട്ടൽ മുതലാളിയാ. എന്തേ ഇന്നും പാല് പിരിഞ്ഞാ? പിരിഞ്ഞതല്ല, കച്ചവടം കുറച്ച് കൂടുതലുണ്ടായിരുന്നു.
ചന്ത ദിവസമല്ലേ? ഉള്ളത് തരാം. ഇവിടെ ഇപ്പൊ പാലിന് ആവശ്യമുണ്ട്. ആ, അതെനിക്ക് മനസ്സിലായി. ദാ മൊന്ത കൊത്തി കൊത്തി മുറത്തി കേറി കൊത്തിയല്ലോ. നനയ്ക്കല്, വിഴിയല്, ഉടക്കല്. ബഷീറിക്കാൻ ഇല്ലല്ലോ. ഇരുന്നുകാരെ വേണ്ട വിധത്തിൽ സൽക്കരിക്കണമല്ലോ. നിങ്ങൾ ഈ ആട്ടിന്റെ എരുമിന്റെ പശുവിന്റെ പാല് ഒരുമിച്ച് ചേർത്ത ചായ ഉണ്ടാക്കണേ. ഉമ്മ ജീവിക്കാനും സമ്മതിക്കില്ല. നിങ്ങൾ ജീവിക്കപ്പ, നമ്മളൊന്നും പറയണില്ല. ഇത് 2 ചായക്കല്ലേ ഉള്ളൂ. ആ, അത്രേ അത്ര. നീ എന്താ തമാശ പറയണ? തമാശ വന്നതല്ലേ അമ്മ. ഞാൻ വള്ളം ഇറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ അമ്മ? ആ, ഇത് തന്നെ ആവട്ടെ. വളരെ ചെറുപ്പത്തിൽ ഞാൻ കുട്ടനാട്ടിലാണ് വളർന്നത്. വള്ളം തുഴയാൻ എനിക്കും വശമുണ്ട്. അക്കരയ്ക്കല്ലേ? അതെ. ശാലിനി എന്താ ഇവിടെ? ഇവിടെ ഒരു വീടുണ്ട്, ആ കാണുന്നത്. ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ വല്ലപ്പോഴും ഇവിടെ വരാറുള്ളൂ. ഏകാന്തത ഒരു ആവശ്യമായി തോന്നുമ്പോൾ മാത്രം. ഈ കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചതേയില്ല. ഞാനും പ്രതീക്ഷിക്കാത്തതിന് വേണ്ടിയുള്ള പ്രതീക്ഷ. അതാണ് പലപ്പോഴും. രാമേട്ടൻ ഒരാഴ്ചയായി ശിക്ഷ തീർന്നിറങ്ങിയിട്ട്. ശാലിനിക്ക് സുഖം തന്നെയല്ലേ? ശാലിനി എന്താ തനിച്ച്? ഞാൻ ഇന്നും തനിച്ചാണ് രാമേട്ട. മനസ്സിലായില്ല. ചിലരുടെ വിധി അങ്ങനെയാണ്. ഞാൻ പോട്ടെ. ശാലിനി, ഒന്നുമില്ല. നദിയുടെ മറുകര തേടും കടത്തു തോണിയാണു ജന്മം. അതിൽ അമരക്കാരനാണു ജീവൻ. ജീവിത നദിയുടെ മറുകര തേടും കടത്തു തോണിയാണു ജന്മം. അതിൽ അമരക്കാരനാണു ജീവൻ. ഓ
കാകളെ വള്ളം മറിക്കരുതേ. ആയിരം മുഖങ്ങൾ അപരിചിതങ്ങൾ ആലോലമാടുമി ചെറുവഞ്ചികളിൽ ആയിരം മുഖങ്ങൾ അപരിചിതങ്ങൾ ആലോലമാടുമി ചെറുവഞ്ചികളിൽ മറുകര കടവിലെ ഒഴുകുമ്പോൾ പിന്നിട്ട പാതകളാകെ മറന്നാലും ലക്ഷ്യം മറക്കരുതേ. ഓ ഓ ജീവിത നദിയുടെ മറുകര തേടും കടത്തു തോണിയാണു ജന്മം. അതിൽ അമരക്കാരനാണു ജീവൻ. ഓ ഓ ഓ ഓ ശാലിനി എവിടേക്കാ? ഓ, തനിച്ചിന്നും അടുത്തപ്പോ പുറത്തേക്ക് ഇറങ്ങി. ചിലത് വാങ്ങാനും ഉണ്ട്. ഏകാന്തതയ്ക്ക് വേണ്ടി കൊതിക്കുമ്പോൾ അറിയില്ല അതൊരു വേദനയാണ്. അവിടെ മറ്റാരുമില്ലേ? ഉണ്ട്. അൽസേഷൻ ആയിട്ടുള്ള വേലക്കാരും. ചിലപ്പോഴൊന്ന് ഡാഡി ഉണയിക്കും. രാമേട്ടൻ ആകെ മാറിയിരിക്കുന്നു. ശാലിനിക്ക് ഒരു മാറ്റം തോന്നുന്നില്ല. മാറ്റം തോന്നാൻ തരമില്ല. കാരണം മനസ്സിൽ നിന്ന് മാറിയിട്ടേ ഇല്ലല്ലോ. ഇന്നലെ രാത്രി പാടിയല്ലേ? അറിയാതെ പാടിപ്പോയതാണ്. പാടി പതിഞ്ഞതൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. ഇതങ്ങത്ത് വെക്കണം. എന്താ അത്? ഇങ്ങ് കൊണ്ടുപോവാ. വീടിന്റെ അകത്ത് കയറി എന്റെ കാല് പൊള്ളിപ്പോകും. ഈ പതിവൊന്നും ഇവിടെ വേണ്ട കേട്ടാ. ഞാൻ പിന്നെ എവിടെയാണ് ഇതെല്ലാം വാങ്ങിക്കൊടുക്കല്? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വെറുതെ ഇവിടെ നിന്ന് ആഹാരം കഴിക്കാൻ പഠിച്ചിട്ടല്ലേ? അല്ലേ ഉമ്മ, ഇവിടുത്തെ ഒരു അംഗമാണെന്ന് തോന്നിയതുകൊണ്ടാ. എന്താ ഉമ്മ? കോള് പറയാ. അനക്ക് നല്ല സന്തോഷമുണ്ട്, എന്തോ കിട്ടിയ കോളുണ്ട്. കളഞ്ഞു പോയെന്ന് കരുതിയ ചിലത് തിരിച്ചു കിട്ടുന്ന ലക്ഷണമാണ്. എന്താ കാശ് വല്ലത് കളഞ്ഞാ? ഇല്ല ഉമ്മ, ഞാൻ തമാശ പറഞ്ഞാണ്. കല്യാണം എടുത്തപ്പോ മണവാട്ടിക്ക് കുടുംബത്തിരി കൂടുന്നുണ്ട്. എന്താ? കണ്ടോ കേട്ടാ? കണ്ടു, പക്ഷെ നടക്കുന്ന ലക്ഷണമില്ല. ഒരു സമരം മാത്രമേ അയാളുടെ മുന്നിൽ വിലപ്പോവുകയുള്ളൂ. അതില്ലാതെ കഴിച്ചുകൂടെ? പറ്റില്ല, നമുക്ക് സംഘടിച്ചേ പറ്റൂ.
രാമുവിനെ പോലുള്ളവർ രംഗത്ത് വരാത്തതാണ് നമ്മുടെ ദൗർബല്യം. എനിക്ക് ഈ രാഷ്ട്രീയ കപടവേഷക്കാരെ അനുകൂലിക്കാൻ വയ്യ. അത് പാടില്ലെന്നാണ് ഞാനും പറയുന്നത്. മുതലാളിമാരുടെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് എയർ കണ്ടീഷൻ റൂമിലിരുന്ന് ചർച്ച എന്ന പ്രവേശനം നടത്തി ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് തൊഴിലാളികളെ ഒറ്റുകൊടുക്കുന്ന ഈ രാഷ്ട്രീയ യൂണിയനുകൾ നമുക്ക് വേണ്ട. നമുക്ക് സംഘടിക്കാൻ രാമു രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒടിയുടെ നിറങ്ങളില്ലാതെ തൊഴിലാളികളെ ഒട്ടുമുക്കാലം കണ്ട് സംസാരിച്ചു കഴിഞ്ഞു. ഭൂരിപക്ഷവും എന്നോടൊത്തുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനുണ്ട് കാണാറേട്ടാ ആ പടയണിയിൽ. എന്നാൽ എനിക്ക് തൃപ്തിയായി. പുതിയൊരു വിപ്ലവത്തിന്റെ നാന്ദി നമുക്ക് കുറിക്കണം. ഏതായാലും സംഭവം മുതലാളി അറിഞ്ഞെന്ന് തോന്നുന്നു. ഇന്ന് രാത്രി വീട്ടിലേക്ക് ചെല്ലാൻ ആള് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പേടിക്കണ്ട. ആവശ്യങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചതിന്റെ ഉറപ്പിന്മേൽ സമരം സ്വാഭാവികം പിൻവലിച്ചിരിക്കുന്നു എന്ന സ്ഥിരം പലവിയായിരിക്കില്ല നിങ്ങളെ കാത്തിരിക്കുന്നത്. കാണാറേട്ടാ എവിടുന്ന്? മുതലാളിയുടെ വീട്ടിൽ വിചാരിച്ചതുപോലെ തന്നെ പല പ്രലോഭനങ്ങളും തന്നു. ഞാൻ വഴങ്ങിയില്ല. ഒടുവിൽ ഭീഷണിയുടെ സ്വരം ജീവന് വില പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് കാണിച്ചു കൊടുക്കാം. രാമു എന്താ ഇത്ര വൈകിയത്? ഓർത്തേ ഉണ്ടായിരുന്നു. രാമുവിനെ നാളെ രാവിലെ കാണണം. നമുക്ക് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ. നാളെ വിദേശ സംഘം ഫാക്ടറി സന്ദർശിക്കാൻ എത്തും മുമ്പ് കമ്പനി നിശ്ചലമാകണം. അപ്പോൾ അയാൾ വരും നമ്മുടെ കാൽക്കൽ വീഴാൻ. എന്നാ ഞാൻ പോട്ടെ, ചിലത് ശരിയാക്കാം. എവിടെ മുതലാളി? വിളിക്ക. പറഞ്ഞത് കേട്ടില്ലേ? ജീവൻ വില അറിയാത്ത ആ ദ്രോഹിയെ വിളിക്കാൻ. ഡാഡി ഇവിടെ ഇല്ല. കള്ളം. ഈ വീടിന്റെ ഉള്ളിൽ അയാൾ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. എന്താ? അയ്യോ, ഇതെന്ത് പറ്റി? സ്റ്റെയർകേസിൽ നിന്ന് വരുമ്പോ കാല് തെറ്റി വീണു. രാമു പോയില്ലേ? ഇതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ നമ്മളാരും മനുഷ്യരല്ല. ഇനി ഇതുപോലെ കണാരന്മാർ ഇവിടെ മരിച്ചു വീഴരുത്. രാമു എന്താണ് പറയുന്നത്? കണാരേട്ടനെ കൊന്നത് ആരാന്നറിയാമോ? മുതലാളിന്ന് നമ്മൾ വിളിക്കുന്ന ആ ദ്രോഹി. രാമു, നീ എന്തായി പറയുന്നത്? എന്താ? കരുണാകരേട്ടൻ ആര് കൊന്നെന്നാ നീ പറഞ്ഞത്? മുതലാളി. എന്ന് നിന്നോട് ആര് പറഞ്ഞു? എനിക്കറിയാം. എന്നാൽ നിനക്കൊന്നും അറിയില്ല. കരുണാകരേട്ടൻ ആരും കൊന്നതല്ല. വെളുപ്പിന് കുളിക്കാൻ ഇറങ്ങിയതാ. എല്ലാവരും നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കരുണാകരനെ കാണാന് കൂടെയുള്ളവർ ബഹളം വെച്ചപ്പോഴാ ആളുകൾ ഓടിക്കൂടിയത്. അപ്പൊ മുതൽ തെരച്ചിൽ തുടങ്ങിയതാ. രാവിലെ കിട്ടിയത്. അപ്പോ അതെ, അതാ ഉണ്ടായത്. നീ വരുന്നില്ലേ? വരാം. ശങ്കരേട്ടൻ പറ്റൂ. സ്റ്റെയർകേസിൽ നിന്ന് വരുമ്പോ കാല് തെറ്റി വീണു. അവതാരം കഴിഞ്ഞോ ശങ്കര? കഴിഞ്ഞു. എനിക്ക് വരാൻ പറ്റിയില്ല. ഹോസ്പിറ്റൽ വരെ പോകേണ്ടി വന്നു. മകളൊന്ന് വീണു. നല്ല മുറിവാ. വേണ്ടതൊക്കെ ചെയ്യാൻ ഞാൻ മാനേജർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കര, നമ്മുടെ ഡ്രൈവർ രാമുവിനെ നാളെ രാവിലെ വീട്ടിൽ തന്നെ കാണാൻ പറയണം. മുതലാളി. എന്റെ ഡ്രൈവർ കുറച്ച് ദിവസത്തേക്ക് അവധിയില്ല. മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മറ്റും ഇവിടെ ആളില്ല. രാമോരാജ്യത്തേക്ക് ഫാക്ടറി പോകണ്ട. ശരി മുതലാളി. നിൽക്ക്. ഇതാ ആ മേനോന്റെ നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയി മോൾക്കൊന്ന് ഡ്രസ് ചെയ്യിച്ചുകൊണ്ട് വേണം. എന്നിട്ട് എനിക്ക് ചിലയിടങ്ങളിൽ പോകാനുണ്ട്. മോളെ, അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഒന്നും ഉണ്ടാവില്ല. രാവിലെ ആവുമ്പം ഡോക്ടർ മേനോനോടെ കാണും. വാ.
മാപ്പ് ചോദിക്കുന്നു. ഒരു തെറ്റ് പറ്റിപ്പോയതാണ്. എന്തോ അപ്പൊ ഞാനൊരു മൃഗമായിരുന്നു. തെറ്റിദ്ധരിച്ചതാണ്. ഇനി ഒന്നേ എനിക്ക് കഴിയും, മാപ്പ് ചോദിക്കാൻ. നല്ല വേദന ഉണ്ടല്ലേ? ഈ മൗനം എന്നിൽ ഏൽപ്പിക്കുന്ന വേദന അതിന് എത്രയോ വലുതാണെന്ന് അറിയാമോ? എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ. അത് കേട്ടാലേ എനിക്ക് സമാധാനമാകും. ഈ കാർ ഓടിക്കാൻ പറ്റും. സാരമില്ല, ഓരോ പിറന്നാളിനും എന്തെങ്കിലും വേദനകൾ ഡാഡി എനിക്ക് തരാറുണ്ട്. ഇപ്പോഴും കിട്ടി. പോവാം. ക്ഷമിച്ചെന്ന് പറഞ്ഞില്ല. വണ്ടി ഓടിക്കല് ഇത്തിരി പാടുള്ള പണി തന്നെയല്ലേ? ഒരു പാടുമില്ല. പിള്ളച്ചേർന്ന് ഓടിക്കാൻ അറിഞ്ഞിട്ടാ. അതല്ല, എത്ര ജീവനാ ഈ ഒരു വളയം പിടിക്കുന്നതിന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഒരല്പം പിഴച്ച പോരെ. പക്ഷേ എനിക്കിപ്പോ തോന്നുന്നത് വളയം പിടിക്കുന്നതിന്റെ ജീവിതം മറ്റു ചിലതിലാണെന്ന്. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ലേ ടാക്സി പോറായില്ലേ? വേഗം ചെല്ല്. ബീച്ചിലേക്ക് പോട്ടെ. ഇന്ന് തിരക്ക് വളരെ കുറവുണ്ടല്ലേ? അതെ അതെ. എന്തിനാ നിൽക്കുന്നത്? ഇരിക്കും. മുറിവ് കരിഞ്ഞു തുടങ്ങിയോ? മുറിവ് കഴിഞ്ഞാലും പാടവശേഷിക്കാതിരിക്കില്ലല്ലോ. ശാലിനിക്കുട്ടിക്കനോട് പക കാണുമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ കുട്ടിയല്ലല്ലോ, അതുകൊണ്ട് തന്നെ പകയും തോന്നിയില്ല. ഞങ്ങളെ നിങ്ങളൊക്കെ വേദനിപ്പിക്കാറേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കാണുന്ന കാഴ്ചപ്പാടിൽ പലപ്പോഴും വിചാരത്തെക്കാൾ വികാരമായിരിക്കും മുന്നിൽ നിൽക്കുക. ഞങ്ങളും നിങ്ങളൊന്ന് പറഞ്ഞാൽ തൊഴിലാളികളും മുതലാളികളും. അപ്പൊ എനിക്കും വേദനിപ്പിക്കാനല്ലാതെ സ്നേഹിക്കാൻ കഴിയില്ലെന്നാണ് അല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും അർത്ഥമുള്ളതാണല്ലോ. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ പറഞ്ഞ മുതലാളിപ്പട്ടം ഉണ്ടല്ലോ, അതെനിക്ക് തന്നത് വേദനകൾ മാത്രമാണ്. ഒന്നിനും കുറവില്ല. ബംഗ്ലാവുകൾ, കാറുകൾ, വേലക്കാർ, ഇഷ്ടം പോലെ ചെലവഴിക്കാൻ പണം. എന്നിട്ടും എനിക്ക് വേണ്ടത് ഇത്തിരി സ്നേഹമാണ്, സൗഹൃദമാണ്. കേട്ടാ ചിരി വരും. അതെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ശാലിനിക്കുട്ടി, കണ്ടുമുട്ടും മുൻപേ പ്രേമം ജനിക്കുന്ന സിനിമയിലെ വില കുറഞ്ഞ നായികയല്ല ഞാനെന്ന് എനിക്കറിയാം. എങ്കിലും അതാണ് സത്യം. ഐ ലൈക്ക് യു. ശാലിനിക്കുട്ടി, അത് തന്നെയാണ് അർത്ഥം.
മുറിവ് കണ്ടപ്പം ഇത്ര പെട്ടെന്ന് ഉണങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ ചെറിയൊരു പാട് മാത്രമല്ലേ ഉള്ളൂ. ഏതായാലും ആ നേഴ്സിംഗ് ഹോമിൽ കയറി ഇറങ്ങുന്ന ജോലി കഴിഞ്ഞല്ലോ. അത് ഡാഡി നാളെ ചെല്ലണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനി എന്തിനാ? മുറി ഉണങ്ങിയില്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയാൽ ഇതാ ഒരു കുഴപ്പം. ഞാൻ വിളിച്ച് ഡോക്ടർ മേനോട് സംസാരിച്ചോളാം. അത് ടാബ്ലറ്റ്സ് ഒരു കോഴ്സ് മുഴുവൻ കഴിക്കണമെന്നാണ്. മരുന്ന് പുറത്തുനിന്ന് വാങ്ങിയ പോരെ? റെയർ മെഡിസിൻ ആണ് ഡാഡി, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഉണങ്ങിയത്. നഴ്സിംഗ് ഹോമിൽ കിട്ടാനുള്ളൂ. ഇന്നലെ മുതൽ വീണ്ടും ഒരു ചെറിയ വേദന തുടങ്ങിയിട്ടുണ്ട്. എന്നാ ഡോക്ടറെ കാര്യം പറ. ഉള്ളുണങ്ങി കാണത്തില്ല, അതാണ് വേദന. ശരിയാണ് ഡാഡി, ഉള്ളിലാണ് മുറിവ്. എന്തു കുന്തമായാലും വേണ്ട ചെയ്യാൻ ഡോക്ടറോട് പറ. ഇതിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കാൻ ഇവിടെ ആളില്ല. എനിക്കാണെങ്കിൽ നിന്നിരിയാൻ നേരമില്ല. ഓരോന്ന് വരുത്തി വെച്ചോളും മനുഷ്യനെ ഉപദ്രവിക്കാൻ. അല്ല പിന്നെ ഹലോ ഹലോ, ശാലിനിക്കുട്ടിയല്ലേ? ഹലോ, ശാലിനിക്കുട്ടിയല്ല, ശാലിനി. ആര് വേണ്ടത്? ശാലിനി മതിയോ? ആര് വേണമെന്ന് പറയൂ. ശാലിനി. ആര്? ശാലിനി. ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു. ആരെ? രാമേട്ടനെ. ആരെ? രാമേട്ടനെ. എന്തിനാ വിളിച്ചത്? വണ്ടിയുടെ പണി തീർന്നില്ല, വൈകിട്ടേ കിട്ടൂ, അത് പറയാനാ. പിന്നെ ശബ്ദമെങ്കിലും കേൾക്കാൻ കൊതി തോന്നി. എനിക്കും കൊതിയുണ്ടായിരുന്നു. ഞാൻ എത്ര പാടുപെട്ടാണെന്ന് ഹോസ്പിറ്റൽ പരിപാടി ഒപ്പിച്ചത്. പിന്നെ വണ്ടി എപ്പോ കിട്ടും? ഒരു കാര്യം ചെയ്യാമോ? 1,00,000 കാര്യം ചെയ്യാം, പറഞ്ഞാ മതി. തൽക്കാലം ഒരു കാര്യം മതി. ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ വരണം. വരുമോ? വരില്ല. വരണ്ട. പക്ഷെ ഞാൻ കാത്തു നിൽക്കും. 5:30 വച്ചേക്കട്ടെ? അയ്യോ വേണ്ട. ഇപ്പൊ സന്ദേശം മതിയാക്കും, ശേഷം കാഴ്ചയിൽ. വരണ്ടെന്നാ കരുതിയത്. പിന്നെന്തിനൊന്നും പാവമല്ലേന്ന് കരുതിയിട്ടാ. ജീവിതത്തിൽ വിചാരിച്ചിരിക്കാതെ എന്തൊക്കെ സംഭവിക്കുന്നു. ശരിയാ, സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കാത്ത പലതും. ശാലയുടെ അച്ഛൻ അറിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ നാശിച്ചു, തീരുമാനിച്ചു. അത് നടക്കില്ല ബേട്ട. അത് ശാലിനി, ജീവിച്ചാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച്. ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് തോന്നിപ്പോകുന്നു. എല്ലാ സ്വപ്നങ്ങളും പോഴിഞ്ഞതുപോലെ. രാമേട്ട, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്തെന്ന് ഞാൻ പറയില്ല. നല്ല സ്വപ്ന. ഉണർന്നു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തോർത്ത് ചിരിച്ചു. ഞാൻ ഉറങ്ങാതെ തന്നെ സ്വപ്നം കാണാറുണ്ട്. ശാലിനി എന്റെ സ്വന്തമായി തീർന്നു. പിന്നെ സമയം ഒരുപാട് രാമേട്ട, ഞാൻ പോട്ടെ. അഴകേഴും കടഞ്ഞെടുത്തൊരു വെണ്ണേ, അരിമുല്ലകൾ ചിരിയിൽ പൂക്കുന്ന കണ്ണേ, നിന്നിൽ നിന്നൂറുന്ന പൂമണം ചൂടുവാൻ എൻ മനം തെന്നലായി വീശുന്ന ചുറ്റിലും, നിന്നിൽ നിന്നൂറുന്ന പൂമണം ചൂടുവാൻ എൻ മനം തെന്നലായി വീശുന്ന ചുറ്റിലും, ഒരു ചുംബനം ഒരു തേൻ കണം തരുമോ സഖിനേ, ഒരു ചുംബനം ഒരു തേൻ
സഖിനേ. ഒളിക്കണ്ണാൽ കളിയമ്പെയ്യുന്നും മാരൻ, അധരം കൊണ്ടധരം കൊയ്യുന്ന വീരൻ. ഒന്നല്ല രണ്ടല്ല നൂറ് നൂറായിരം കന്നി പ്രതീക്ഷകൾ പൊക്കുമെൻ മാനസം. ഒന്നല്ല രണ്ടല്ല നൂറ് നൂറായിരം കന്നി പ്രതീക്ഷകൾ പൊക്കുമെൻ മാനസം. ഒരു നന്ദനവനമായി മലർ മഴ തൂവുകയായി, ഒരു നന്ദനവനമായി മലർ മഴ തൂവുകയായി. മിഴിമയിലുകൾ പീലി നിവർത്താടുന്നുവോ, മതിരാക്ഷി നീ എന്നെ തേടുന്നുവോ. മിഴിമയിലുകൾ പീലി നിവർത്താടുന്നുവോ, മതിരാക്ഷി നീ എന്നെ തേടുന്നുവോ. മനസ്സു നിറയെ സ്മരണകളുടെ ലഹരിയല്ലയോ. അഴകേഴും കടഞ്ഞെടുത്തൊരു വെണ്ണേ, അരിമുല്ലകൾ ചിരിയിൽ പൂക്കുന്ന കണ്ണേ. തളിർവിരലുകൾ മെയ് നിറയെ പാവുന്നുവോ, നിധി തേടി കനി തേടി പോകുന്നുവോ. തളിർവിരലുകൾ മെയ് നിറയെ പാവുന്നുവോ, നിധി തേടി കനി തേടി പോകുന്നുവോ. ഏതോ വിജന തീരത്തണൽ മരങ്ങളിൽ ചിറകു തിരയും ഇണയര എന്ന കിളികളാണു നാം. ഒളികണ്ണാ കളിയമ്പെയ്യുന്നും മാരൻ, അധരം കൊണ്ടധരം കൊയ്യുന്ന വീരൻ. ഒന്നല്ല രണ്ടല്ല നൂറ് നൂറായിരം കന്നി പ്രതീക്ഷകൾ പൂക്കുമെൻ മാനസം. ഒന്നല്ല രണ്ടല്ല നൂറ് നൂറായിരം കന്നി പ്രതീക്ഷകൾ പൂക്കുമെൻ മാനസം. ഒരു നന്ദനവനമായി മലർ മഴ തൂവുകയായി. പാർക്കിലെ കിഴവൻ ചോദിച്ചു കേട്ടോ, നമ്മുടെ കല്യാണം കഴിഞ്ഞു. കണ്ടോ, കിളവന് പോലും ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് ജോഡിയാണ് നമ്മൾ. ഓ, എന്റെ അത്ര ചന്തമൊന്നുമില്ല. അത് ഞാൻ സമ്മതിക്കാം. ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും ചന്തമുള്ളതാണ് എന്റെ ശാലിനി. ആ സാറ് പുറകിൽ കയറിയാ മതി, തലസ്ഥാനം വളരെ അടുത്താണ്. നീ എവിടെയായിരുന്നു? ഹോസ്പിറ്റലിൽ. അന്തസ്സില്ലാത്ത നായെ. അനന്തൻ നമ്പ്യാരുടെ മകൾക്ക് പ്രേമിക്കാൻ ഒരു അലവലാതി ഡ്രൈവറായിരിക്കുള്ളൂ അല്ലേ? തിരിച്ചറിവ് കിടന്ന നായെ ഇപ്പം കടന്നു പോവാത്. നേരിൽ ഇത്ര അവസരം ഉണ്ടാക്കിയാൽ കടന്നു പോടിയാത്ത്. നന്ദിയില്ലാത്ത റാസ്കൽ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമല്ലേ? എങ്ങാണ്ടോ കണ്ട പീറയ്ക്ക് എന്റെ മകളെ വേണം. ഇല്ല, ഇനി ഞാൻ സംസാരിച്ച കൊലപാതകം നടക്കും. ആ കൊല കാലം വെച്ച് ഇറങ്ങാൻ പുറത്ത് ഇറങ്ങാൻ. അവിടെ ഇത് ഈ നാടകത്തിന്റെ അവസാനത്തെ രംഗമായിരിക്കും. ഇനിയും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ അത് ഇതിന്റെ അവസാനമായിരിക്കും. പോയിക്കട കടന്ന്. കള്ളയില്ലെന്ന് കരുതി ഞാൻ കൊടുത്ത സ്വാതന്ത്ര്യം കൊണ്ടാണ്. ശരി, ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. പിള്ളേ,
എടോ പിള്ളേ, എന്റെ അനുവാദം കൂടാതെ അവൾ ഈ പടിക്ക് പുറത്ത് കിടന്നാൽ അന്ന് തന്നെ ഞാൻ വിട്ടേക്കില്ല. ഓ, എങ്ങനെയുണ്ട് ബംഗ്ലാവും പരിസരവും ഒക്കെ? ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു സുഖവാസ കേന്ദ്രം പോലെയുണ്ട്. ശാലിനി, ശാലിനി, ഞാനിവിടെ വാങ്ങുമ്പോ മനുഷ്യൻ തിരിഞ്ഞു നോക്കാറുന്ന സ്ഥലമാണ്. ഇന്നിപ്പോ അടുത്തടുത്ത് വീടുമായി താമസക്കാരുമായി. ആ മോളെ, ഇത് അഡ്വക്കേറ്റ് മിസ്റ്റർ സക്രിയ ജോർജ്. നമ്മുടെ കുടുംബകാര്യങ്ങളിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നത്. നിന്റെ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ അഡ്വക്കേറ്റിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ധൃതിവയ്ക്കണ്ട മിസ്റ്റർ നമ്പ്യാർ, കാര്യങ്ങളെല്ലാം നമുക്ക് സാവകാശം സംസാരിക്കാമല്ലോ. അതും ശരിയാണ്, യാത്ര ചെയ്ത് എത്തിയല്ലേ ഉള്ളൂ. മോളെ, പിള്ളേ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ അയച്ചിരിക്കുക. പിന്നെ കായൽ മീൻ കുറച്ച് സംഘടിപ്പിക്കണം. വക്കീലിന് ഇഷ്ടമുള്ള സാധനമാണ്. എന്നാലും അവന്മാരിത് കാണിച്ചത് കടുങ്കയായി പോയി. പറഞ്ഞിട്ട് കാര്യമില്ല ആശാനെ, നമ്മുടെ സമയദോഷം അല്ലാതെന്താ. എന്താ പറ്റേ? ഇന്നലെ SS ടാക്കീസി പടം മാറുന്ന ദിവസമല്ലായിരുന്നോ? 3 മിനിറ്റുള്ള മലയാളം തുണ്ട് കാണുമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഓടിപ്പടച്ച് ചെന്നത്. തുണ്ട് വരും വരുമെന്ന് കാത്ത് തീരണത് വരെ ഇരുന്നു. എനിക്കാണ് എങ്ങുമില്ലാത്ത ദേഷ്യം വന്നു. എനിക്ക് മാത്രമല്ല, എന്നെ പോലെ വിവരമുള്ളവര് വേറെ ഉണ്ടായിരുന്നു. ഞങ്ങള് 4-5 കസേര തല്ലിപ്പൊളിച്ചു. ദാ കിടക്കണം. ടാക്കീസുകാരന്മാരൊരു ചാഴിവേല, ഒരു പൊക്കല്. എന്റെ വൈദ്യരെ പൊരിഞ്ഞ ഇടി. പിന്നെ ആയുസിന്റെ വലിപ്പം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. തങ്കപ്പണ്ണിന് ഇനിയെങ്കിലും ഈ തുണ്ട് കാണുന്ന പണി നിർത്തിക്കൂടെ? SS ടാക്കീസിന് ഇതിനു മുമ്പ് കുറെ കിട്ടിയതല്ലേ? അത് AMS SS ടാക്കീസിന്ന് ഇതാദ്യമായിട്ടാ. ഖാദർ സാഹിബിന് പഞ്ചാര ഇടാത്ത മീഡിയം അല്ലേ? ഔഖാദർ സാഹിബിന്റെ മോൻ വള്ളക്കാരൻ ബഷീർക്കയുടെ പെങ്ങളെ കെട്ടാനുറച്ചു കേട്ടല്ലോ സാഹിബേ. അതെ അതെ, ബഷീർക്ക വന്നോ? അത് ഇന്ന് വരും നാളെ വരുമെന്ന് പറയണല്ലാണ്ട് ആളെ കാണാനില്ലല്ല. പകരം ഒരാളവിടെ കുടിയിടപ്പുണ്ടല്ലോ, അതാരാ? നിങ്ങളൊക്കെ എന്തിനാണ് കാതർക്ക ഈ സമുദായം എന്നും പറഞ്ഞ് തെക്കുവടക്ക് നടക്കണത്? എന്താ മമ്മതേ നീ അങ്ങനെ പറയണത്? നമ്മുടെ ജാതിക്കാരൻ ഒരുത്തന്റെ വീട്ടിൽ കയറി ഹറാംപ്രപ്പ് കാണിക്കുന്ന ഒരുത്തനെ പോന്ന് പറയാൻ ഈ കാരിൽ ഒരാണില്ലാതെ പോയോ? നിങ്ങളുടെ ജാതിക്കാർക്ക് കാശുണ്ടാക്കാൻ വീട് കയറി അനാവശ്യം പറഞ്ഞല്ലോ. പടച്ചോനെ ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഇവിടെ കിടന്ന് കടിപിടി കൂടരുത്. ഇതെന്റെ വയറ്റിപ്പഴപ്പാ. ഇത് ജാതിക്കടയല്ല, ചായക്കടയാ. നിങ്ങളുടെ ജമാഅത്തും മറ്റും വേണ്ടത് ശരിയില്ലെങ്കിൽ ഈ സമുദായത്തിൽ വേറെ ആളുകളുടെ കൂട്ടുപൊളി. മമ്മദ് പറഞ്ഞതുപോലെ ജമാഅത്തിന് ഒരു തീരുമാനം എടുത്തിട്ട് ഇനി വല്ല കാര്യമുള്ളൂ. വേണം വേണം കാതർക്ക, അല്ലെങ്കിലും ഊതാതെ പറക്കുന്നെന്ന് പറയുമോ? നമുക്ക് അറിഞ്ഞൂടെ, പഞ്ഞിക്കെട്ടും തീപ്പൊരിയും അടുത്തടുത്തിരുന്നാ എന്തോ നടക്കും. നല്ലൊരു ചെറുക്കനെ കൂടെ നശിപ്പിക്കാനെ കൊണ്ട് ഈ ബിലീസുകൾ. ഏയ്, അല്ല ഇതാരാ? എപ്പോ വന്നു? 2 ദിവസമായി. എന്തിനാ വന്നെന്നറിയോ? ഇല്ല, സെൽമയുടെ ആടിന്റെ പാല് കുടിക്കാൻ. മുമ്പുണ്ടായിരുന്ന ആട് ചത്തുപോയി, പിന്നൊന്ന് വിറ്റു. ഇപ്പൊ ഇവളേ ഉള്ളൂ, മഹാകുറുമ്പിയാ. അപ്പൊ നാളെ മുതൽ പാല് റെഡി. റെഡി, കൃത്യമായി കൊണ്ടുവരാം. എത്ര ദിവസം കാണും അത് തീരുമാനിച്ചില്ല. സെൽമ അങ്ങ് വളർന്നു പോയല്ലോ. മുമ്പ് കണ്ടതിലും വളരെ വ്യത്യാസം. ആദ്യം കണ്ടപ്പോ ആള് മനസ്സിലായില്ല. സെൽമയുടെ കല്യാണം കഴിഞ്ഞു. ഉമ്മയും കാക്കയും കൂടെ മണവാളിനെ പിടിക്കാൻ വലയിട്ടിട്ടുണ്ട്. ഒരാളതിൽ വീണിട്ടുണ്ട്. അതിരിക്കട്ടെ, ശാലിനിയുടെ കല്യാണം കഴിഞ്ഞു. ആ, ഞാൻ പോട്ടെ സെൽമ. പാല് മറക്കണ്ട. തങ്കം പോലത്തെ ചെക്കനാ. നമ്മള് നൊന്ത് പ്രസവിച്ചു.
പറ്റിച്ച പോലെ ഓന്റെ പെരുമാറ്റം. അതിലൊന്നും കാര്യമില്ല. ഈ വളച്ചു കെട്ടേണ്ട കാര്യം അങ്ങോട്ട് പോയാ ഈ ഇരിക്കുന്ന അമ്മകുട്ടിയുടെ മോനെ കൊണ്ട് നിങ്ങളുടെ മോളെ കെട്ടിക്കാൻ ഉറപ്പാക്കിയിരിക്കാനല്ല. പക്ഷേങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മുടെ സമുദായത്തിന് തന്നെ കാര്യമായതുകൊണ്ടാ ഞമ്മ കൂടി ഇടപെടുന്നത്. എന്താ കാര്യം? ഇതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാണ്ടിരിക്കാമായിരുന്നു. നിങ്ങൾ വിഷയം പറയും. ഇവിടെ താമസമാക്കിക്കുന്ന അയാളുടെ കാര്യമെന്ന് കൂട്ടിക്കോളിൻ. അയാൾ എന്താ ജാതി? മനസ്സിലാതെന്നാ നമ്മൾ കണ്ടിരിക്കുന്നത്. ആളുകൾ അതും ഇതും പറയുന്നുണ്ട്. മാനവും മര്യാദ കഴിയുന്നവർക്ക് അത് കേൾക്കാൻ വിഷമമുണ്ട്. പറയും, നിങ്ങളുടെ മോക്കും അയാൾക്ക് തമ്മിൽ എന്താ ബന്ധം? എന്റെ പഠിച്ചോന്നേ, എന്റെ ബഷീർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനത്തെ താരെ വളർത്താനേ കൂരലെന്ന് പറയൂലായിരുന്നു. നിങ്ങളൊക്കെ തറവാട്ടുകാരാന്ന് വിചാരിച്ച എന്റെ മോളെ നിക്കാഹിന് ഉറപ്പിച്ചത്. നിങ്ങൾക്ക് വിവരമില്ലായിട്ടാകെ പറ്റിയത്. നമ്മളെ വിവരം പഠിപ്പിക്കാൻ വന്നിരിക്കണം. നിങ്ങൾക്ക് അറിയണ, നിങ്ങളെ പോലത്തെ ഇബ്ലീസുകൾ മലബാറിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നപ്പോൾ ജീവനും കൊണ്ടോടി ഈ കരയിൽ വന്നവരാണ് എന്റെ ബാപ്പയും കുടുംബവും. അന്ന് വെട്ടുകൊണ്ടുവരുന്ന പലർക്കും അടുത്തത് ഹിന്ദുവിന് ചോരയായിരുന്നു. ആ ചോര നമ്മന്റെ ചോര ചോപ്പ് തന്നെയാണ്. എന്റെ മോളെ നിൽക്കാതെ നടന്നില്ലേലും കുഴപ്പമില്ല. ഇനി ഇവിടെ ജാതിയുടെ മതത്തിന്റെ പേരിൽ വഴക്കും വക്കാനും നടക്കരുത്. നിങ്ങൾക്ക് സംഗതിയുടെ വലിപ്പം പിടികിട്ടാഞ്ഞുണ്ടാ? ഞമ്മക്ക് വിവരമില്ലല്ല, പിന്നെ എങ്ങനെ പിടി കിട്ടും? പക്ഷേങ്കിലേ ഞമ്മക്ക് മനുഷ്യനെ കണ്ടാ പിടി കിട്ടും. നിങ്ങൾക്ക് അത് കിട്ടൂല. അതിന് പറയേണ്ടത് വിവരമൊന്നല്ല, മനുഷ്യത്വന്നാ. വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞോണ്ട് കാര്യമില്ലുണ്ടാ? വല്ലതുമല്ല. ഇസ്ലാമിന് നിരക്കണതേ നമ്മൾ പറയും, പഠിച്ചോന് കൊടുക്കണതേ നമ്മൾ ചെയ്യും. എങ്കിലൊന്നും വരില്ലായിരുന്നു. നിങ്ങൾ എന്നെ വർത്താനം പറയണ്ട. ഇത് നമ്മന്റെ പുരാണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഒരു സുൽത്താനെ ചോദിക്കാൻ പറയണ്ട. കാശില്ലേലും മാനവും മര്യാദ ഞമ്മക്കുണ്ട്. ഒരു ഇസ്ലാം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാരും പഠിപ്പിക്കേണ്ട. ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇസ്ലാമും എല്ലാം മനുഷ്യനാണ്. തമ്മിത്തലാനല്ല അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നേരിട്ട് കാണിച്ചു കൊടുക്കാനാണ്. മതം എന്തിനാ? മനുഷ്യന് നന്നാവാൻ. നിങ്ങൾ കൂടുതൽ ചോദിക്കണ്ട. ഞങ്ങൾ കാര്യങ്ങൾ വെറുതെ പറഞ്ഞതല്ലേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ എന്തും പറയാം. നമ്മളിതൊക്കെ കേൾക്കാൻ പിറന്നുവരാ. പോരെങ്കിൽ ഇവിടെ ആണുങ്ങൾ ആരുമില്ലല്ലോ. മിഴിനീര് പോലെ ശുദ്ധമുള്ളവളാണ് നമ്മുടെ മോള്. മോളെ പറ്റി നിങ്ങളിങ്ങനെ മനസ്സിൽ പോലും നിരിക്കാൻ പാടില്ലായിരുന്നു. ആകെയുള്ള ഒന്നിന് നാട്ടിലുള്ളൊരുത്തിന് പിടിച്ചു കൊടുക്കണമെന്നായിരുന്നു നമ്മുടെ ബഷീറിന്റെ ആശ. ഇത്തരക്കാരാണ് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും തീരുമാനിച്ചില്ലല്ല. ബന്ധം വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ നിഖിൻ നല്ലവനായ അള്ളാഹുവിനെ മാത്രം നെഞ്ഞു നിറച്ച് സൂക്ഷിക്കണം. ഒരു ഉമ്മാന്റെ മോടൻ കൽബ് കുത്തിമുറിച്ചിട്ട് നിങ്ങൾ പോണെന്ന് ഓർത്തോളി. ഉമ്മ എന്താ എല്ലാവരും മാതിരി? ഒന്നുമില്ല, ഒന്നുമില്ലെങ്കിൽ ഉമ്മ എന്തിനാണ് കരഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല, ഒന്നുമില്ല മോനെ, നീ ഇരിക്കേ. ഉമ്മ ഞാനാണ് ചോദിക്കുന്നത്. സൽമ, സൽമ എന്ത് പറ്റി സൽമ? പറയൂ. നിങ്ങൾ ആരും ഉണ്ടാതിരുന്നാൽ ഒന്നുമില്ല. നിങ്ങൾ ആരും ഒന്നും പറയണ്ട. രാമു, മോനെ രാമു. അല്ല, ഇതാരാ? രാമോണന് നല്ല കടുപ്പത്തിൽ ചായ എടുക്കട്ടോ? ഒന്നും വേണ്ട. ആ കാതർ മുതലാളിയെ മറ്റും ഇങ്ങോട്ട് വന്നിരുന്നു. അവരെപ്പോഴേ ഇവിടുത്തെ പോയി? അങ്ങോട്ടാണല്ലോ വന്നത്. അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ട് വന്നില്ലല്ലോ. എന്താ രാമോണ്ണ കാര്യം? ഒന്നുമില്ല. അവരേതാണ്ടൊക്കെ പറഞ്ഞു ചൂടായാ വന്നത്. തല്ലുവല്ലോ നടന്നോ? തല്ലോ? എന്തിന്? അല്ല, വശം കെട്ട പ്രശ്നമല്ലേ? അപ്പൊ പിന്നെ തല്ലു നടന്നുകൂടാന്നില്ലല്ലോ. അവരെന്തിനാ ബഷീർക്കാരുടെ വീട്ടിൽ വന്നതെന്നറിയാമോ? രാമോണ്ണൻ അറിഞ്ഞില്ലേ? ഇല്ല. പ്രശ്നം കടുപ്പമുള്ളതാ. ഞാൻ നല്ലവണ്ണം പറഞ്ഞു നോക്കി, കുഴപ്പത്തിനൊന്നും പോകണ്ടാന്ന്. ചെറുപ്പക്കാരനല്ലേ, വല്ല രസത്തിനുമായിരിക്കുമെന്ന്. മനസ്സിലായില്ല. രാമു അണ്ണൻ ബഷീർക്കയുടെ വീട്ടിൽ താമസമാക്കിയിരിക്കുന്നത് അങ്ങേരുടെ പെങ്ങളോട് എന്തോ ഏർപ്പാടൊക്കെ ഉള്ളതുകൊണ്ടാണെന്നാ. ഇത് ഞാൻ പറയുന്നതല്ല, അവര് പറയുന്ന. അവരെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നവന്റെ ആൾക്കാരാ. അത്ര വിവരമില്ലാത്തവരായതുകൊണ്ടാ. പഞ്ഞി കെട്ടും തീ പൊരിയുമ അടുത്തടുത്തിരുന്ന വല്ലതൊക്കെ നടക്കും എന്നൊക്കെ പറയുന്ന കേട്ടു. അല്ല, സത്യവും അതാണേ അല്ലേ? തോന്നുന്ന തമാശ കാണിക്കാതെ. നീയാണ് ഇവിടെ ഇരുന്ന് വേണ്ടാത്തതൊക്കെ പറഞ്ഞു പരത്തുന്നു. ഞാൻ അറിഞ്ഞു. മാനവും മര്യാദ ജീവിക്കുന്നതിനെ കുറിച്ച് വെറുതെ അനാവശ്യം പറഞ്ഞു പരത്തിയാണല്ലോ. തങ്കപ്പന്റെ വലിയൊരു സൂക്കേടാ. ഏത് പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞു? ആരുടെ? തങ്കപ്പന്റെ. നിന്റെ അച്ഛന്റെ വല്ലോ ഞണ്ണിട്ടിറങ്ങി പോടാ പൂല്ലേ. സുലൈമാൻ, ഒന്നിങ്ങോട്ട് വരാമോ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? കടയിലെ ആളില്ല, എനിക്ക് വേഗം പോകണം. സുലൈമാൻ, ഞാനൊരു വാർത്ത അറിഞ്ഞു. നിങ്ങളുടെ ഭാഗത്തു നിന്നും വിവാഹത്തിന് എതിർപ്പുണ്ടെന്ന് കേട്ടു. അതെ, എന്താ കാര്യം? എന്നോട് എങ്ങനെ പറയുമെന്നായിരിക്കും.
എങ്കിൽ സുലൈമാൻ, ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു. എന്നെ നിങ്ങൾ ഇങ്ങനെ കരുതുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് സൽമ പെങ്ങളാണ്. എന്റെ നഷ്ടപ്പെട്ട പെങ്ങളുടെ സ്ഥാനത്താണ് ഞാൻ സൽമയെ കാണുന്നത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. സുലൈമാന്റെ വീട്ടുകാർ. എനിക്കറിയാം, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതിലെനിക്ക് വേദനയില്ല. പക്ഷേ മാടപ്രാവിനെ പോലെ പരിശുദ്ധയായ സൽമയെ ദേവിയെ തെറ്റിദ്ധരിക്കരുത്. അത് പാവമാണ്. ഞങ്ങൾ ആരും തെറ്റിദ്ധരിച്ചില്ല. എന്നുവെച്ചാൽ ധരിച്ചിരിക്കുന്നത് ശരിയാണെന്ന് അല്ലേ? ഇനി ഞാൻ എല്ലാം പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാനിവിടെ കഴിയുന്നതിനാണെന്ന് സുലൈമാൻ അറിയാമോ? ബഷീർക്കായി കാത്തിരിക്കുന്ന ആ ഉമ്മ ഹൃദയം പൊട്ടി മരിക്കാതിരിക്കാനാണ്. പാവപ്പെട്ടൊരു പെൺകുട്ടി അനാഥയാകാതിരിക്കാനാണ്. നിങ്ങൾക്കൊരു സത്യം അറിയണോ? ബഷീർക്ക ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ബഷീർക്കയുടെ അവസാനത്തെ ആഗ്രഹം അനുസരിച്ചാണ് ഞാനിതെല്ലാം ചെയ്തത്. സൽമയുടെ കല്യാണം നടത്തണം. എന്റെ കടമയാണത്. അതിനുവേണ്ടിയാണ് ഞാനിതെല്ലാം സഹിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഞാൻ അവിടെ തിരങ്ങുമായി, മകനായി, സഹോദരനായി. പറയൂ, ഞാൻ സഹോദരമില്ലാത്തവനാണോ? സൽമ തെറ്റുകാരിയാണോ? എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. ഞാൻ ബാപ്പയോടും മറ്റും സംസാരിക്കട്ടെ. സംസാരിച്ചാൽ പോരാ, ആ പാവം പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണം. ആരൊക്കെ എതിർത്താലും സൽമയെ ഞാൻ ഇക്കാഹയും. എനിക്ക് സമാധാനമായി. പിന്നെ ഒരു കാര്യം കൂടി, ബഷീർക്കയുടെ കാര്യം ഉമ്മയും സൽമയും അറിയാൻ പാടില്ല. സമയം വരുമ്പോൾ പറയാം. എന്തെങ്കിലും ഒരിക്കൽ പറഞ്ഞല്ലേ പറ്റൂ. നമുക്ക് കാണാം. ഞാൻ വരട്ടെ. ഉമ്മ എന്തിനാ ഉമ്മർത്ത് തന്നെ ഇരിക്കുന്നത്? നിങ്ങൾ എന്തിനാ മധുരം തന്നെന്ന് അറിയാമോ? ഒരു പെണ്ണിനെ കല്യാണം ഉറപ്പിച്ചതിനാ. അതെ ഉമ്മ, സുലൈമാനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അവരെ തെറ്റിദ്ധാരണകളൊക്കെ മാറി. ഇനി കല്യാണം നടക്കും. മുമ്പ് തീരുമാനിച്ചിരുന്നത് പോലെ തന്നെ.
എല്ലാം ശരിയല്ലേ? ഇനി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ഞാൻ എന്തൊക്കെയോ ഓർത്തിരുന്നു പോയി മോനെ. ഞാൻ വിചാരിച്ചു ഈ സ്ഥലം ഞാൻ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്ന്. മനസ്സുകൾ ഒരുപോലെ ആയാൽ ചെന്നെത്തുന്നത് ഒരിടത്താവായിരിക്കില്ല. ഇരിക്കും. ഞാൻ രാമൂട്ടിനെ കായൽക്കരയിലേക്ക് നോക്കി. ശാലിനെ 2 ദിവസമായി പുറത്ത് കണ്ടതേ ഇല്ല. ഞാൻ പലപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു. ഡാഡി വന്നിട്ടുണ്ട്. ഒരല്പം സ്വസ്ഥത തേടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെയും അത് അനുവദിക്കില്ലെന്ന് വെച്ചാ? രാമൂട്ടൻ എന്താ മൗനം? ശാലിനെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. പണ്ടൊക്കെ എത്ര സംസാരിച്ചാലും ശാലിനിക്ക് മതിയാവുമായിരുന്നില്ല. ആ ശാലിനല്ലല്ലോ ഇന്ന് രാമൂട്ടന്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ ശ്രദ്ധിച്ചു കിടന്നു. കായലിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന്. ഉറക്കം വരാറില്ല. അപ്പോഴൊരു ഉറക്കഗുളിയെ പോലെ. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. രാമേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഓരോ മനസ്സും ഓർമ്മകളുടെ ശവപ്പറമ്പാണെന്ന് സത്യം ആരാ പറഞ്ഞെന്ന് ഓർക്കായിരുന്നു. അനുഭവങ്ങളാവണം, അവയ്ക്കേ പറയാൻ കഴിയൂ. രാമേട്ട ചോദ്യമെന്ന് കരുതിയതാണ്. എങ്കിലും എല്ലാം എങ്ങനെ സംഭവിച്ചു? നമ്മൾ ഈ കായലോരത്ത് വെച്ച് വീണ്ടും കണ്ടപ്പോൾ ഞാൻ ആദ്യം പറയേണ്ടത് അതിനെക്കുറിച്ചായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. കാരണം എനിക്ക് നന്നായി അറിയാം ശാലിനി എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. എല്ലാവരും രാമൂട്ടനെ കുറ്റപ്പെടുത്തിയപ്പോഴും ശപിച്ചപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു രാമൂട്ടൻ ഒരിക്കലും ഒരു കൊലയാളിയാവാൻ കഴിയില്ലെന്ന്. ഒരു പെണ്ണിന്റെ നിസ്സഹായത പൂർണ്ണ രൂപത്തിൽ ഞാൻ അറിഞ്ഞു. അപ്പോഴൊക്കെ ഒരു സമാധാനത്തിനായി ഞാൻ വിശ്വസിച്ചു എല്ലാം വിധിയാണെന്ന്. സമയം ഒത്തിരി, ഞാൻ പോട്ടെ. അതുകൊണ്ടാണ് ഉമ്മ ഞാൻ പറഞ്ഞത് അവരാവശ്യപ്പെട്ട ദിവസം നമുക്ക് നിക്കാഹ് നടത്തണം. അതേ മോനെ, ഒരു നിമിഷം മുമ്പ് ഓരോരുത്തരോട് പറഞ്ഞു കഴിച്ച എനിക്ക് അത്രയും സമാധാനമായി. പക്ഷേങ്കില് ബഷീർ വന്നില്ലല്ല. എന്താ പഠിച്ചോനെ, ഞാൻ ഇത്രയും ദിവസം അടക്കി. ഇനി നമുക്ക് പറ്റൂല. ഉടനെ ഓനെ വരുത്തിയേ പറ്റൂ. എന്നിട്ട് മതി നിൽക്കാവും പറ്റും. ബഷീർക്ക് വരുന്നവരെ കാത്തിരുന്നാൽ സൽമയുടെ നല്ലൊരു ഭാവി പോവും. ആശിക്കാവുന്നതിൽ വലിയൊരു ബന്ധമാണിത്. അവർക്ക് വേണമെങ്കിൽ നമ്മൾക്ക് കാശേരെ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും ഓൻ വന്നിട്ട് മതി. ഇവിടെ ഒരുത്തനേ ഉള്ളൂ, മോനും കൂടപ്പുറമൊക്കെ ആയിട്ട്. ഉമ്മ വാശി പിടിക്കരുത്. വാശിയല്ല മോനെ, നെഞ്ചിൽ നോവാണ്. ഉമ്മ, ബഷീർക്ക് സന്തോഷിക്കുകയുള്ളൂ. നടത്തേണ്ടപ്പോൾ നടത്തിയില്ലെങ്കിൽ ബഷീർക്ക് ഉമ്മയെ തന്നെ കുറ്റപ്പെടുത്തും. ബഷീർക്ക് വന്നിട്ട് മതി ഉമ്മ, എനിക്ക് നിക്കാഹ്. നീ എങ്ങനെ പറയരുത് സൽമ. രാമുക്കൈക്ക് അറിയാനിട്ടാ ബഷീർക്ക് എല്ലാതും ഒരു നിക്കാഹിന് ഒരുങ്ങാൻ എനിക്ക് കഴിയില്ല. എന്നെ നിർബന്ധിക്കരുത്. ഞാനിനി എന്ത് ചെയ്യാം? ബഷീർക്കയുടെ വലിയൊരു ആശയമാണ് സൽമയുടെ നിക്കാഹ്. അത് തെറ്റിയെന്ന് അറിഞ്ഞാൽ ബഷീർക്കേക്ക് സഹിക്കില്ല. കേട്ടോ അമ്മ, ബഷീർക്കെ വേദനിപ്പിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അവർ തീരുമാനിച്ച ദിവസം തന്നെ നിക്കാഹ് നടത്തണം. ചിലപ്പോ അതിനകം തന്നെ ബഷീർക്ക വന്നാലോ? ഇന്നലെ രാത്രിയിൽ ഞാൻ ശ്രദ്ധിച്ചു കിടന്നു. കായലിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന്. ഉറക്കം വരാറില്ല. അപ്പോഴൊരു ഉറക്കഗുളിയെ പോലെ.
എഴുതുമ്പോൾ വിരിയുന്ന പുളകങ്ങൾ പോലെ ഓടും പാവം നെയ്യും കായൽ കുഞ്ഞോളങ്ങൾ. അർദ്ധരാത്രി ആയില്ലേ? അകത്തി എന്തെന്ന് ഉറങ്ങിക്കൂടെ എനിക്ക്? പിള്ള അവിടേക്ക് ഇരുന്നോളൂ. നീ എന്താ ഒന്നും കഴിക്കാത്തത്? നീ എന്ത് തീരുമാനിച്ചു? വക്കീൽ ഇതുവരെ കാത്തിരിക്കുകയായിരുന്നു. നീ അത് ഗവനിക്കാതെ എങ്ങോട്ടും ഇറങ്ങിപ്പോയി. നിന്റെ നന്മയ്ക്കായിട്ടാ പറയുന്നത്. അനുസരിക്കാൻ വൈകിൽ വരുന്നൊക്കെ അനുഭവിച്ചോ? ഒന്നും വന്നു ചേർന്നതല്ലോ, എല്ലാം വരുത്തി വെച്ചതല്ലേ. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടൂ ഡാഡി, പ്ലീസ്. കുഞ്ഞിന്റെ ഒരു തലയിലെഴുത്ത്. കഷ്ടം. രാമേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. ശാലിനി ഇവിടെ വരുമെന്ന് എനിക്കും അറിയാമായിരുന്നു. രാമേട്ടൻ അമ്പലത്തിലേക്ക് പോയിരിക്കുന്നല്ലോ. അതെ, ഇന്ന് രാധയുടെ ജന്മനാളാണ്. എന്റെ അനുജതിയുടെ എന്റെ നെറ്റിയിലെ ഈ ചന്ദനക്കുറി ഒരു പ്രതിജ്ഞയുടെ പുതുക്കലാണ് ശാലിനി. എനിക്കൊന്നും മനസ്സിലായില്ല രാമേട്ട. അതൊരു വലിയ കഥയാണ് ശാലിനി. ശാലിനി എന്നോട് ഒരിക്കൽ ചോദിച്ചില്ലേ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചുവെന്ന്? മറ്റൊരിക്കൽ ചോദിച്ചില്ലേ എങ്ങനെ ഈ കായൽ തീർത്ത് വന്നെന്ന്? എല്ലാത്തിനും ഉത്തരമാണ് എന്റെ ഈ ദുരന്തത്തിന്റെ കഥ. ഓർക്കാപ്പുറത്തൊരു കൊടുങ്കാറ്റില്ലെന്ന വണ്ണം എന്തൊക്കെയോ തകർന്നു വീണെന്ന് മാത്രം ശാലിനിക്കറിയാം. മറ്റൊന്നും അറിയില്ലല്ലോ. രാമേട്ട, ഇതെന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ? ശാലിനിക്കറിയില്ല. എന്റെ മനസ്സിൽ അഗ്നിപർവ്വതമാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാനായി കാത്തിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം. ശാലിനിയെ കണ്ടുമുട്ടി ഞാൻ എന്റെ മോഹങ്ങൾക്ക് നിറഞ്ഞു ചാലിച്ച കാലം. അന്ന് എനിക്കാകെ ഉണ്ടായിരുന്നത് എന്റെ കൊച്ചനുജത്തി രാധ മാത്രം. എന്റെ എല്ലാമായിരുന്നു അവൾ. അവൾക്ക് ഞാനും. ചേട്ടൻ ഇതുവരെ ഉറങ്ങില്ലേ? എനിക്കൊരുങ്ങിയാ തീരില്ലെന്നല്ലേ എപ്പോഴും വഴക്ക്. എന്നിട്ടിപ്പോ നിന്റെ കൂടെ വരികയല്ലേ, അപ്പൊ ആ ഗമയൊക്കെ വേണ്ടേ? ആ ഗമയം കാണിച്ചോണ്ട് നിന്നോ. അപ്പോഴേക്ക് അമ്പലം അടച്ച് പൂജാരി സ്ഥലം വിടും. ഇനി ഈ പതിവ് തുടർന്നാൽ പറ്റില്ലല്ലോ. എന്ത് പതിവ്? ഓരോ പിറന്നാളിലും നിന്റെ കൂടെ അമ്പലത്തിൽ വരണമെന്ന പതിവ്. പിന്നെ ഞാൻ തനിച്ചു പോവാനോ? ആഹാ, മറ്റെല്ലാ ദിവസവും ഞാൻ കൂട്ടുവന്നിട്ടാണോ നീ പോകുന്നത്? അതല്ല, പക്ഷേ പെരുന്നാളിന് ഇതൊരു പതിവായി പോയി. അച്ഛനോടൊത്ത് പോയ ഓർമ്മയില്ല. അമ്മയുടെ കൂടെ പോയൊരു ഓർമ്മയുണ്ട്. പിന്നെ ചേട്ടനായിരുന്നു എല്ലാ വർഷവും. നിന്നെ തനിച്ചു വിടാനൊന്നും അല്ല എന്റെ പ്ലാൻ. കാണാൻ കൊള്ളാവുന്ന നല്ലവനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് കൂടെ വിട്ടുതരാനാണ് പരിപാടി. ഈ ചേട്ടൻ ഞാൻ പോണു. എല്ലു പറയട്ടെ, അന്ന് പിന്നെ ഞാൻ കൂടെ വരാന്ന് പറഞ്ഞാലും നീ സമ്മതിക്കില്ല. ആരാ നോക്ക്. മിസ്റ്റർ രാമു ഉണ്ട്, വിളിക്കാം. മാത്യു സാർ തന്നയച്ചാണ്. മാത്യു സാർ പറഞ്ഞിരുന്നു. നിങ്ങൾ എത്ര പേരുണ്ട്? ഇരിക്കെ. താങ്ക്സ്. തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ. അടുത്ത മാസം അമ്മയും പെങ്ങളും എത്തും. വാടകയൊക്കെ സാർ പറഞ്ഞിരിക്കുമല്ലോ. പറഞ്ഞു. അതെത്രയായാലും എനിക്ക് വിരോധമില്ല. ഞങ്ങൾ ഇതുവരെ മറ്റാർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഞാനൊരു സഹോദരി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്രയും സ്ഥലത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല ഒരു സ്ഥിരം വരുമാനമായല്ലോ. ആ രാധേ, എന്താ ചേട്ടാ? വളക്കപ്പയുടെ താക്കോലിങ്ങരുത്. പിന്നെ കറണ്ട് ചാർജ് പ്രത്യേകം തരേണ്ടി വരും. അതിനെന്താ? ആ, എന്താ ജോലി എന്ന് പറഞ്ഞില്ല? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. വായു നോട്ടവും ഡോക്ടർമാർ ചാക്കണം. ഇതാ എന്നു മുതൽക്കാണ് താമസാകുന്നത്? ഇന്ന് മുതൽക്ക് തന്നെ ആയിക്കോട്ടെ. തൽക്കാലം തനിച്ചായതുകൊണ്ട് വലിയ ലഗേജ് ഒന്നുമില്ല. വെറുതെ എന്തിനാ ലോഡ്ജിൽ വാടക കൊടുക്കുന്നു? അവിവാഹിതനാണെങ്കിലും
കാശൊക്കെ വളരെ സൂക്ഷിച്ച് ചെലവാക്കുള്ളൂ കേട്ടോ. വരൂ, സ്ഥലം കാണിച്ചു തരാം. ആഹാ, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലോ. താങ്ക്സ്. വൃത്തിയാക്കി തീർന്നില്ല. സാരമില്ല, ബാക്കി എല്ലാം ഞാൻ ചെയ്തോളാം. ഒറ്റയ്ക്കല്ലേ ജീവിതം, എല്ലാം ചെയ്ത് നല്ല പ്രാക്ടീസ് ഉണ്ട്. കൂടാത്തതിന് ഇപ്പൊ ഈ റെപ്പായി ഉണ്ടല്ലോ. സോറി, ഇതാണ് മിസ്റ്റർ റപ്പായി മാപ്പിള എന്ന് പറയുന്ന റപ്പായി ചേട്ടൻ, എന്റെ കുക്ക് കം മാനേജർ. ഇതാണ് നമ്മുടെ ഗ്രഹദാതാവ് മിസ് രാധ. മിസ് എന്നുള്ളത് ഒരു ഉദ്ദേശം വെച്ചങ്ങ് തട്ടിയതാണ്. ശരി തന്നെയല്ലേ? ചേട്ടനല്ലേ? ചേട്ടനില്ല, ഇപ്പൊ വരും. സൗകര്യങ്ങളൊക്കെ ധാരാളം. ഇരിക്കണം. എന്ത് സഹായങ്ങൾ വേണമെങ്കിലും പറയാൻ മടിക്കണ്ട. രാവിലെ 10 മണി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടില്ല. എന്തായാലും പറഞ്ഞത് നന്നായി. വിശാലമായിട്ട് എണ്ണ തേച്ചൊന്ന് കുളിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വെള്ളം വാങ്ങാനും നിന്നു പോയാൽ കമ്പനി ഇറങ്ങിപ്പോയി താമസിച്ചു പോയി. എന്ന് ഞാൻ വരട്ടെ? റപ്പായിച്ചോ, അവരുള്ള ചായ കൊണ്ടായി കൊടുക്കാത്ത എന്താ? ഇപ്പൊ കൊണ്ടുവരാം സാർ. ഒന്നും വേണ്ട, ഇനി എപ്പോ വേണമെങ്കിലും ആകാമല്ലോ. എന്ന് ഞാൻ ഇറങ്ങട്ടെ? ശരി. എന്തായാലും പറഞ്ഞത് പറഞ്ഞു. ഒരു നല്ല ചായ എനിക്ക് കൊടുത്ത. എന്താ ചേട്ടാ ഇത്രയും താമസിച്ചത്? ഡ്രൈവറല്ലേ, വന്നിട്ട് കുറച്ചു നേരമായി. ആ പുതിയ താമസക്കാരനോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ആള് നല്ലവനാണെന്ന് തോന്നുന്നു. നല്ല പെരുമാറ്റം. വർത്താനം കേൾക്കാൻ നല്ല രസമുണ്ട്. വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ച, പക്ഷെ കാര്യങ്ങൾ നടന്നു പോണ്ടേ. ചേട്ടൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരും, ആഹാരം കഴിക്കാം. കാലത്തെ വെള്ളം തീർന്നു പോകുന്നു പറഞ്ഞു. 10 മണി കഴിഞ്ഞാ വെള്ളം കിട്ടില്ല. അതിനു മുമ്പൊന്ന് കുളിച്ചാ കൊള്ളാമായിരുന്നു. അയ്യോ, അത് വേണ്ട, രാധ മാത്രം കഴിക്കുള്ളൂ. ഞാൻ പല്ലേ ചേരുന്ന വരെ കഴിയാമല്ലോ. അത് കഴിഞ്ഞ് നിൽക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പിന്നെ കഴിക്കോളാം. അതെ, ഇന്നെന്താ നേരത്തെ? നല്ല സുഖമില്ല, നേരത്തെ പോന്നു. രാത്രി അമ്പലത്തിൽ നിന്ന് വരുന്നതായിരിക്കും. ഞാനും അത്യാവശ്യത്തിന് ഇത്തിരി ഭക്തിയെ കാണിക്കുന്ന കൂട്ടത്തില. രാധേ, എനിക്ക് രാധയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിവിടെ വെച്ച് എങ്ങനെ പറയുമെന്നാണ്. ഞാൻ പോട്ടെ. അത്രയ്ക്ക് ധൃതിയായോ? അതോ എന്നോട് സംസാരിക്കുന്നതിന് ഇഷ്ടമില്ലാത്തതുണ്ടോ? അതല്ല, പിന്നെ ചേട്ടനെങ്ങാനും ഈ വഴി വരും. അപ്പോൾ ആ പേടിയേ ഉള്ളൂ. ഗുഡ്. ഇപ്പോൾ രാത്രി പോയിക്കോളൂ. നാളെ ചേട്ടൻ പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം. അപ്പോൾ പറയാം. വരില്ലേ?
രാധ പറഞ്ഞു പറ്റിച്ചോ എന്ന് ഞാൻ നോക്കുമായിരുന്നു. രാധ ഇരിക്കും. ആ പിന്നെ ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വരാൻ പറഞ്ഞത്. പറയൂ, എനിക്ക് പോണം. ആ ഇരിക്കുന്നേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനുള്ള കാര്യമൊന്നുമല്ല. എന്നാ ഞാൻ പിന്നെ വരാം. ഞാൻ പറയാം. രാധയ്ക്ക് സമ്മതമാണെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലെന്ന് കരുതിയാൽ മതി. രാധയെ കണ്ട നിമിഷം ഞാൻ തീരുമാനിച്ചുറച്ചാണ്. എന്താ? രാധയെ എന്റെ ജീവിത പങ്കാളിയാക്കണം. എന്താ, രാധയ്ക്ക് സമ്മതമല്ലേ? പറയൂ, സമ്മതമല്ലേ? സോറി, പുറത്തു വന്ന് കുറെ നേരമായി വിളിക്കുന്നു. ആരെയും കാണാത്തോണ്ടാണ്. ആയണം തരുമോ? ഞാനിപ്പോ വരാം. രാധേ, ഒരുക്കങ്ങളില്ലാതെ കാണുമ്പോഴാണ് പെണ്ണിന്റെ സൗന്ദര്യം ശരിക്കും മനസ്സിലാകുന്നത്. രാധേ, നീ സുന്ദരിയാണ്. രാധയെപ്പോലെ ഒരുവളെ ഭാര്യയാക്കാൻ കഴിയുന്നത് എന്റെ ഭാഗ്യമാണ്. സാറേ, സാറേ, എന്താണ് എന്റെ റപ്പായി ചേട്ടാ? സാറിനൊരു കത്തുണ്ട്. നാശം കത്താക്കാൻ വേണ്ട സമയം. നിനക്കെന്താ, സുഖല്ലേ? ഒന്നുമില്ല, വല്ലാത്ത തലവേദന. നേരെ ഒത്തിരിയായി. ആഹാരം കഴിച്ചോ? വേണ്ട ചേട്ടാ, വിശപ്പില്ല. അയ്യേ, ചെറിയൊരു തലവേദന വെച്ച് പട്ടിണി ഇടന്നാലോ? വാ, ഞാൻ വിളമ്പിത്തരാം. കാപ്പി കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട്. വേണ്ട, എനിക്ക് അല്പം തിരക്കുണ്ട്. നീ എന്താ പിന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. പിന്നെ ഞാൻ പോയിട്ട് വരാം. രാധയെ നോക്കി രാവിലെ മുതൽ ഞാൻ കാത്തിരിക്കുക. നീ എന്താ വരായിരുന്നു? എന്നോട് അത്രയ്ക്കേ സ്നേഹമുള്ളൂ അല്ലേ? രാധ എന്താ ഒന്നും മിണ്ടാത്തത്? അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. എന്റെ രാധയോടൊന്ന് തനിച്ച് സംസാരിക്കാം. വരട്ടെന്ന് വന്നാലേ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു തുറന്നങ്ങ് പറയും. എന്ത് പറ്റിയെന്നോ? നിങ്ങൾക്ക് എത്ര കാമുകിമാർ വേണം? നിങ്ങൾ എത്ര പേരെ കല്യാണം കഴിക്കും?
അതെ നീ എങ്ങനെ പറഞ്ഞു എന്നല്ലേ? നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു, പഞ്ചാര വാക്കുകൾ പറഞ്ഞ് പല വീശുകയായിരുന്നു. വേണ്ട, നിങ്ങളെ കാണുന്ന പോലും എനിക്ക് വെറുപ്പാണ്. കടന്നു പോകൂ. രാഘവ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കണം. ശരിയാണ്, നിങ്ങളൊരു മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ സ്നേഹിച്ചു പോയി. ഇനി നമുക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. നീ അത്രയ്ക്ക് പതിവ്രതയൊന്നും ആടെ. എല്ലാം സഹിക്കാം. എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട കുറ്റം എന്താണെന്നറിയോ? ഞാൻ എന്റെ പെങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അവൾ എതിർത്തതുകൊണ്ട് ഞാൻ അവളെ കൊന്നു. അതെ ശാലിനി, അങ്ങനെ അവൻ എന്റെ പെങ്ങളുടെ ജീവിതം പിച്ചിച്ചേന്തി അറിഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവനെ കണ്ടുമുട്ടും. ഒന്ന് എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ ശ്രമിക്കൂ. ശ്രമിച്ചു ശാലിനി, പക്ഷേ കടലിലെ തിരകളെ പോലെയാണ് മനസ്സിലെ ഓർമ്മകൾ. ഒരിക്കലും മരിക്കില്ല. ശരിയാണ്, പക്ഷേ ചിലപ്പോൾ ചിലരെല്ലാം മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറന്നൊന്നും നടിക്കണം. എന്നെ പോലെ ഉപദേശിക്കാമെന്ന് കരുതരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പ്രതികാരവുമായി നടന്നിട്ട് കാര്യമില്ല. രാമേട്ടനെ പഴയ രാമേട്ടനായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയാണ്. പ്ലീസ്. എനിക്കും അതറിയാഞ്ഞിട്ടല്ല, എങ്കിലും മരിക്കാൻ കിടക്കുമ്പോൾ ഉറപ്പായി പറഞ്ഞാണ് കാര്യങ്ങൾ അറിഞ്ഞത്. എന്ത് ഫലം? അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആ ദ്രോഹിക്ക് പ്രതിഫലം ഈശ്വരൻ കൊടുത്തുള്ളൂ. രാമേട്ടൻ അയാൾ മറന്നേക്കൂ. നമുക്ക് കഴിഞ്ഞ ഓർമ്മകൾ മാത്രം പോരല്ലോ. എന്താ ഞാൻ പറഞ്ഞു കേക്കൂ? ശ്രമിക്കാം. കോളടിച്ചല്ലോ. സെൽമ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരുമായിരുന്നു. അതെങ്ങനെ? രാമേട്ടൻ ക്ഷണിച്ചു. രാമേട്ടനെ അറിയോ? എങ്ങനെ അറിയാം? ഞങ്ങൾ ഒരു നാട്ടുകാരാ. നേരോ? അപ്പൊ 2 ശതമാനമാ. വരാതിരുന്ന് നോക്കിക്കോ. തീർച്ചയായിട്ടും വരും. എന്ന് ഞാൻ പോട്ടെ. ദേ നിക്ക്, നല്ലൊരു കാര്യത്തിന് വന്നാലേ കാപ്പ് കുടിച്ചിട്ട് പോ. അയ്യോ വേണ്ട, അവിടെ ഒത്തിരി പണിയുണ്ട്. പിന്നെ വരാം. ഇനി ഒന്നും
നീ ഇവിടെ ഇല്ലായിരുന്നു. വെറുതെ പുറത്തോട്ടിറങ്ങി. ഇത് പട്ടണമൊന്നുമല്ല കറങ്ങി നടക്കാൻ, സൂക്ഷിക്കണം. ആ വക്കീലിന് ഞാൻ ഫോൺ ചെയ്യാൻ പോവുകയാണ്. പ്രശ്നം സാവധാനം ആലോചിച്ചാൽ മതിയെന്ന്. അവനിവിടെ ഉണ്ടല്ലേ? ആരെ? അമ്മയും പെങ്ങളെ തിരിച്ചറിയാതെ തേണ്ടി. ഇന്ന് നീ ആരാണെന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഗതികേടാണ്. എങ്കിലും പറയാം, അവനവനെ കുറിച്ച് ഓർമ്മിച്ചിരുന്നാൽ എല്ലാവർക്കും നല്ലതാണ്. ഇതെന്ത് പാട്? ദോശ മാത്രം ഒരു പേപ്പർ വായിക്കുന്നു. സാമ്പാർ താനൊന്ന് സമാധാനപ്പെട്. വിമാന റാഞ്ചി കൊണ്ടുപോയ കാര്യമൊന്നല്ല നോക്കുന്നത്, ഏത് പടം മാറിയെന്ന. അതിനിടയ്ക്ക് തന്റെ ഒരു സാമ്പാർ. തങ്കപ്പ, എനിക്കൊരു ചായതാ. വള്ളത്തിൽ ആൾ കയറി തുടങ്ങി. ഒറ്റ പടം മാറിയിട്ടില്ല. ഒരുത്തൻ വരുന്നുണ്ട്. അന്നത്തെ പോലെ തന്നെ വഹിക്കാനായിരിക്കും. വാ വാ, ഇന്ന് വാ, ഇന്ന് തന്നു വിടാ. സാമ്പാറതാ. സാമ്പാർ ഉള്ളൊരു പുല്ലുമില്ല, വേണോ തിന്നാ മതി. ഒരു ചായ വേണം. മിസ്റ്റർ, നിങ്ങളോടാ ചായ ഉണ്ടോ? ചായ വെളിയിൽ കൊടുക്കാനില്ല എന്ന് വെച്ചാൽ സ്ഥിരം ആൾക്കാർക്കേ കൊടുക്കൂ എന്നർത്ഥം. ഇനി സ്ഥിരമായിക്കോളാം. ആയിട്ട് തരാം. ഇതെന്ത് മനസ്സിലാടൂ? ചുമ്മാ തരണ്ട, കാശ് തരാം. കൊറേ തരും. ഇന്നാൾ ഒരുത്തം വന്ന് ഇതിനേക്കാൾ വലിയ വേലകൾ കാണിച്ചിട്ട് പോയതാ ആശാനെ. അന്ന് എന്നെ വഹിക്കാൻ പറ്റി. ഇനി ഇതേ ഈ തങ്കപ്പന്റെ അടുത്ത് ഒരു പുല്ലും നടക്കത്തില്ല. നീ എന്നോട് സംസാരിക്കാൻ അറിയാമോടാ? എടാന്നോ? ഇല്ലേ, ഇതെന്റെ കടയാ. തരാൻ പറ്റിയല്ലെന്ന് പറഞ്ഞാൽ പറ്റിയല്ല. ഇറങ്ങി പോടാ. അയ്യോ സാറേ, അടിച്ചേക്കല്ലേ സാറേ. ചായ കുടിക്കാൻ പോവും. ക്ഷമിക്കണം സാറേ, അയാളൊരു പാവാണ് സാറേ. അയ്യോ. എന്റെ പൊന്നു സാറേ, സാർ അന്വേഷിച്ച് വന്നോ? ഇവിടെ തന്നെ ഉണ്ട്. ഇതിനു മുമ്പ് പലരെയും വഹിച്ചു കാണും. എന്നോട് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ എന്നെ തല്ലാൻ നടക്കുക. അവനായവൻ ഇവനെ തട്ടി ആരാത്താക്കണം. ചുമ്മാ തിരിയിടോ. സാർ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞ ഓടി വന്നത്. സ്റ്റേഷൻ ഇത്തിരി ദൂരെയാ. അയ്യോ, എന്നോട് ക്ഷമിക്കണം. ഞാനറിയാതെ പറഞ്ഞു പോയതാ. സാർ ചായ കുടിക്കണം സാർ. സാർ ചായ കുടിച്ചിട്ടോ സാർ? സാർ ചായ 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 സാർ, ചായ ടീ. ഞാനിന്ന് ആരെയാണോ കണി കണ്ടത്? എന്റെ അച്ഛനെ തന്നെയാ. രാമേട്ടനെ പഴയ രാമേട്ടനായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാണ്. പ്ലീസ്. കുഞ്ഞിനൊരു കത്തുണ്ട്. ഡാഡി, ഉമ്മ, ഉമ്മ, മോനെ, ഉമ്മ. എന്റെ പൊന്നു മോനെ, നീ എവിടെയായിരുന്നടാ? ഈ ഉമ്മാനെ നീ എത്രമാത്രം കണ്ണീര് കുടിപ്പിച്ചു മോനെ. ഇപ്പോഴെങ്കിലും വന്നല്ല, അത് മതി മോനെ. നാളെ നമ്മുടെ സൽമാന്റെ നിക്കാഹാണ്. എല്ലാം ശരിയായി. അനക്ക് സന്തോഷായ. എന്നാലും ഈ ഉമ്മയുടെ ഒരു വാക്കുപോലും പറയാണ്ട് നീ അവിടെ പോയടാ. ഞാനങ്ങ് വളരെ ദൂരത്തിലാണ് ഉമ്മ പോയത്. എവിടെ പോയാലും നീ വന്നില്ല. ഞാൻ സൽമാനെ വിളിക്കട്ടെ മോനെ? നിന്നെ കാണാണ്ട് കരഞ്ഞ അവളും ഞാനും കിടന്നത്. അവൾ ഉറങ്ങട്ടെ, വിളിക്കണ്ട ഉമ്മ. എനിക്ക് വളരെ സന്തോഷമായി. നമ്മുടെ സൽമയ്ക്ക് നിക്കാഹായല്ലോ. എന്റെ ഏറ്റവും വലിയ ആശയായിരുന്നു അത്. ഇനി നീ എങ്ങോട്ടും പോവല്ലേ മോനെ? ഈ ഉമ്മയ്ക്ക് ആരുമില്ല. ഇല്ല ഉമ്മ, ഞാൻ എങ്ങും പോവില്ല. ഇവിടൊക്കെ തന്നെ കാണും. ഉമ്മയുടെയും സൽമയുടെയും ഒക്കെ അടുത്ത് തന്നെ ഞാൻ എപ്പോഴും കാണും. എന്റെ ഉമ്മ വിഷമിക്കരുത്. നീ ഇവിടെ ഇരിക്കും മോനെ. ബഷീറേ, മോനെ, എടാ മോനെ, ബഷീറേ, മോനെ.
സംഭവിച്ചിരിക്കണേ? എന്താ സംഭവിച്ചിരിക്കണേ? ആർക്കറിയാം? പറയ്, പറയ്, പറയ്. ഉമ്മ ബഹളം വെക്കില്ലെങ്കിൽ ഞാൻ പറയാം. പറ മോനെ, പറ. പറയാം. ദൈവം നിശ്ചയിച്ചതുപോലെ എല്ലാം നടക്കും. എന്ത് വന്നാലും സഹിക്കാനല്ലേ നമുക്ക് കഴിയൂ ഉമ്മ. ഉമ്മ ലോകപരിചയമുള്ള ആളല്ലേ. വിവേകപൂർവ്വം നേരിടേണ്ട പ്രശ്നമാണ്. എല്ലാം സഹിച്ചേ പറ്റൂ ഉമ്മ. ഈ കാര്യം പറയ്. ഉമ്മ തളരരുത്, ബഹളം വയ്ക്കരുത്. ബഷീർക്ക ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ഉമ്മ. ബഷീർക്ക നമ്മളെ വിട്ട് പോയി ഉമ്മ. ഉമ്മ ശാലിനി പോയിരിക്കുന്ന ഞാൻ കരുതിയത്. രാമോട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയാ ഞാൻ വന്നത് തന്നെ. എന്താ കാര്യം? ഞാൻ പോവുകയാണ്. മിക്കവാറും ഇന്ന് നാളെയോ. എങ്ങോട്ട്? നാട്ടിലേക്ക്. ഇത്ര പെട്ടെന്നൊരു തീരുമാനം? ഇന്നലെയാണ് കത്ത് കിട്ടിയത്. ഇന്നോ നാളെയോ എത്തിച്ചേരുമെന്ന്. ആര്? എന്റെ ഭർത്താവ്. ഭർത്താവോ? അതെ രാമോട്ട. ഇനി ഒരിക്കലും ഒരുമിച്ച് ചേരില്ലെന്ന് കരുതിയിരുന്നതാണ്. കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ പുതിയൊരു മനുഷ്യനെ തിരിച്ചു വരുന്നെന്ന് എന്റെ ഭാഗ്യമായിരിക്കും. രാമേട്ടൻ എന്താ ഒന്നും പറയാത്തത്? എന്റെ സ്വകാര്യ ജീവിതത്തിനെ കുറിച്ച് ഞാൻ രാമേട്ടനോട് ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ. മനഃപൂർവ്വമാണ്. എന്റെ വേദനകൾ എനിക്ക് മാത്രം ഇരിക്കട്ടെ എന്ന് കരുതി. എങ്കിലും ശാലിനി കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മുതൽ മുമ്പയങ്ങൾ മാത്രം എനിക്ക് തന്നിട്ടും ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒടുവിൽ ഈ കായൽ തീരത്ത് വെച്ച് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയ നന്നായി. എനിക്ക് രാമേട്ടനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചല്ലോ. എന്താണ് പറയേണ്ടതെന്ന് എനിക്കിതിനറിയില്ല. എങ്കിലും എന്നെ ഒരിക്കൽ കൂടി ഒരു വ്യക്തിയാക്കാൻ ശാലിനിക്ക് കഴിഞ്ഞു. രാമേട്ട, എല്ലാം മറന്നു തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് ശാലിനി വന്ന് വീണ്ടും. ഈ നിമിഷം വരെ ഞാൻ ശാലിനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്തിനെ വേദനിപ്പിക്കുന്നു? ഞാൻ രാമേട്ടനെ വേദനിപ്പിച്ചെന്നു? ഒന്നിച്ച് ജീവിക്കാൻ രാമേട്ടനേക്കാൾ കൊച്ചത് ഞാനാണ്. പക്ഷേ ഞാൻ അറിയാതെ എന്റെ ഏതെങ്കിലും പെരുമാറ്റം കാരണം രാമേട്ടൻ വേദിക്കേണ്ടി വന്നെങ്കിൽ മാപ്പ് തരും രാമേട്ട. ആരും തെറ്റുകാരില്ല, ആരും. പക്ഷേ ഈ വേദന എനിക്ക് അസഹ്യമാണ് ശാലിനി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ശാലിനി ക്ഷമിക്കൂ. ശാലിനി സന്തോഷമായി വയ്ക്കോളൂ. ഞാൻ എന്നും രാമേട്ടന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കും. അതിനല്ലേ എനിക്ക് കഴിയും. അയ്യേ, എന്തിനത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ? ദൈവം അനുവദിച്ചാൽ എന്നെങ്കിലും ഒരിക്കൽ നമുക്കിനിയും കാണാം. വേണ്ട വേണ്ട ശാലിനി, ഇനി ഒരിക്കലും തമ്മിൽ കാണാൻ ഇടവരാതിരിക്കട്ടെ. അതാണ് എന്റെ പ്രാർത്ഥന. നല്ലത് വരട്ടെ. ശാലി വയ്ക്കോളൂ. ആഹാ, രാമോട് കളിക്കണം. എവിടെയെല്ലാം അന്വേഷിച്ചു, അത് അവിടെ വിളിക്കുന്നു.
പോയി വരൂ, സന്തോഷമായി പോയി വരൂ. എന്നാ ഞങ്ങൾ നടക്കട്ടെ, ഇനി വൈകട്ടെ. നിന്നെയും കാത്തുകൊണ്ടാണ് അലഞ്ഞത്. ഞാൻ നിരപരാധിയാണ്, എന്നെ തലരുത് പ്ലീസ്. നിരപരാധി പട്ടി ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ. ഇതിനെ തല്ലരുത്. തല്ലിയാൽ രാമു